ദൈവം സഹായിക്കട്ടെ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ശാന്തമായിട്ട് നമുക്ക് ധ്യാനിക്കണം. ഇവിടെ പൊതുവിൽ പ്രസ്താവിച്ചതിനനുസരിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം കർത്താവിൻ്റെ വലിയൊരു ദാസന്മാരിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഇവിടെ ദൂത് പ്രകാശിച്ചു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ നന്നായിട്ട് അവതരിപ്പിക്കാനും ഉയർത്തുവാനുമെല്ലാം അവരിൽ കൂടി ദൈവം കടാക്ഷിച്ചു. ഇന്ന് രാത്രിയിലും ദൈവവചനത്തിൽ നിന്ന് അല്പകാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം. രാത്രി യോഗങ്ങളുടെ കടശയോഗമാണല്ലോ ഇന്ന് രാത്രി. ദൈവവചനം നന്നായിട്ട് പഠിപ്പിക്കുന്ന ഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരാണ് എനിക്ക് മുൻപിലിരിക്കുന്നതെന്ന് നല്ല ബോധ്യമുണ്ട്. അതിനനുസരിച്ച് ഇന്ന് രാത്രി നിങ്ങളോട് സഹകരിച്ച് പൗലോസ് പറഞ്ഞതുപോലെ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിച്ച് ഇന്ന് രാത്രി അല്പസമയങ്ങൾ ദൈവവചനം നമുക്ക് ധ്യാനിക്കാം, വളരെ ശാന്തമായിട്ട് ധ്യാനിക്കാം. അതിന് അടിസ്ഥാനമായിട്ട് ഇന്ന് രാത്രി വായിച്ചത് തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള തിരുവെഴുത്തുകളാണ്. ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവർത്തകളിൽ ശുഷ്കാന്തിയുള്ള സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിലെ തിരുവചന ശുശ്രൂഷയ്ക്ക് ആധാരമായിട്ട് വായിച്ച വാക്യങ്ങൾ 2 ആവർത്തി വായിച്ചു. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമാകുന്ന യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ട് കാത്തും കൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും ദൈവഭക്തിയോടും നീതിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. 14-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കണം. 14-ാം വാക്യം. അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സകല അധർമ്മത്തിൽ നിന്നും അവിടുന്ന് നമ്മളെ വീണ്ടെടുത്ത് സൽപ്രവർത്തികളിൽ ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. വളരെ പരിചിതമായ വേദഭാഗമാണ്. ഈ വാക്യത്തിന്റെ വെളിച്ചത്തിൽ ഈ 2-ാം അധ്യായത്തിന്റെ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെയുള്ള വാക്യശകലങ്ങളിൽ നിന്ന് ഇന്ന് രാത്രി ശാന്തമായിട്ട് ചിന്തിക്കാം. ആ വാക്യങ്ങൾ വിട്ടുപോകുന്നില്ല. ആ വാക്യത്തിനകത്ത് നിന്ന് ചില കാര്യങ്ങൾ ലളിതമായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ പറയുന്ന കാര്യമെല്ലാം പെന്തിക്കോസുകാരായ പ്രിയപ്പെട്ടവർക്കെല്ലാം അറിവുള്ള കാര്യമാണ്. അത് നിങ്ങളുടെ ഇരിപ്പ് കാണുമ്പോഴും അറിയാം. എല്ലാം അറിഞ്ഞ് നമ്മളെല്ലാം തികഞ്ഞിരിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളോടല്ല കൂടുതലും പറയുന്നത്. പുറത്ത് വേറെ അക്രൈസ്തവരോ നിരീശ്വരവാദികളോ മറ്റുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൂടുന്ന് ഇത് മനസ്സിലാക്കണം. അപ്പം തന്നെ നമുക്കും കൂടെയുള്ള ദൂത ഇന്ന് രാത്രി ഒന്നിച്ച് ചിന്തിക്കണം. ദൈവദാസന്മാരിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. സ്തോത്രം. നിങ്ങളെ അനങ്ങാതെ മിണ്ടാതെ ഒന്നും ഇരിക്കരുത്. സ്തോത്രം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇടയ്ക്ക് ഒരു സ്തോത്രം പറയുന്നതുകൊണ്ട് വിലക്ക് ഒന്നും വീഴുകയില്ല, അത് ഗുണം വരികയേ ഉള്ളൂ. അപ്പം നമുക്ക് ഒന്നിച്ച് ദൈവത്തെ, എൻ്റെ ഒരു പ്രകൃതി ആര് പ്രസംഗിച്ചാലും ഞാൻ സ്തോത്രം പറയുക വാക്യം വായിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യും. ഞാനങ്ങനെ ചെയ്യും. ഒരു വചനം കയറ്റി നിർത്തിയാലും ഞാൻ അവനെ ഉത്സാഹിപ്പിക്കും. സ്തോത്രം. അപ്പം ഈ ഒന്നേ പഴുക്കാവൂ എനിക്ക് കിട്ടാവൂ എന്നുള്ള ചിന്ത ഉണ്ടാകരുത്. എല്ലാം പഴുക്കണം, എല്ലാവർക്കും കിട്ടണം. അപ്പം നിങ്ങളും എല്ലാം എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൂരത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ വലിയ കൃപയും അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഈ സമയം വരെ നിൽക്കുന്നത്. ഇനി എൻ്റെ ഭാഷയെ പറഞ്ഞ ഒരു ചുവടുകൂടെ വെക്കണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന അത്യാവശ്യമാണ്. അതുകൊണ്ട് ഓർക്കുന്ന സമയത്ത് എല്ലാ പ്രിയപ്പെട്ടവരും എളിയവനെയും കുടുംബത്തെയും വിശേഷിച്ച് ശുശ്രൂഷകളെ ഓർത്ത് പ്രാർത്ഥിക്കണം. കൂട്ടുവേലക്കാരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഒരിക്കൽ കൂടി കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു.
ഇവിടെ തീത്തോസിന്റെ ലേഖനം 2:11 മുതൽ 14 വരെ. നമുക്കറിയാം പുതിയ നിയമത്തിലെ ലേഖനങ്ങളിൽ ഈടുറ്റ ലേഖനങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട 2 ലേഖനമാണ് തിമത്തിയോസിന്റെ ലേഖനവും തീത്തോസിന്റെ ലേഖനവും. ഇത് പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്നാ സാധാരണ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇടയലേഖനങ്ങൾ അല്ലെ, അവരിറക്കുന്നതല്ല, അത് വേറെ ഉന്നം വെച്ചിറക്കുന്നതാ. ഇത് ഇടയലേഖനങ്ങൾ. അങ്ങരിക്കുമ്പോൾ അവിടുന്ന് ഒരു ലേഖനം വരും, അതിനനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നേതാക്കന്മാരെല്ലാം അങ്ങോട്ട് ഓടുക, നമ്മുടെ അടുക്കലോട്ട് ആരും വരുന്നില്ല. കാരണം നമ്മൾ അങ്ങനത്തെ ലേഖനം ഇറക്കുന്നില്ല. ഇപ്പം നമ്മുടെ ആൾക്കാർ പുച്ഛം അങ്ങനത്തെ ലേഖനം ഇറക്കുന്നെന്നാ തോന്നുന്നു. പതുക്കെ ഒരു ചെറിയ ഒരു വാങ്ങൽ, ചായ്വ്, അതാ എനിക്ക് ആ പദം കിട്ടില്ല, ഇല്ല വന്നത് ഗുണമായി. ഒരു ചായ്വ്, ചായ്വ് സ്തോത്രം, ചായ്വ്. ജനപ്രതിനിധികളെ ആദരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ നമ്മുടെ വ്യവഹാരം നടത്തുന്നത് ദൈവമാണ്. സ്തോത്രം. നമ്മുടെ മുഴുവൻ വ്യവഹാരം നടത്തുന്നത് ദൈവം. അത് ആ ഭാഗം ഇപ്പൊ എടുക്കുന്നില്ല. അപ്പോൾ ഈ പൊന്തിപ്പിക്കൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞ പൗരോഹിത്യ ലേഖനങ്ങൾ ഇടയ ലേഖനങ്ങളാണ്. അതാണ് തിമത്തിയോസിന്റെ 1-2 ലേഖനവും തീത്തോസിന്റെ ലേഖനവും. അത് ആ ഭാഗം വിവരിക്കുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട ലേഖനമാണ് തീത്തോസിന്റെ ഈ ലേഖനം. വിശ്വാസത്തിൽ നിജപുത്രനായിരുന്നു. ഇദ്ദേഹത്തെ പൗലോസ് ക്രേത്തയിൽ ആക്കി. ആ ഭാഗത്തേക്ക് നമുക്ക് വരാം. മക്കളെ, നിങ്ങൾ ഇടയ്ക്കിടെ ഓടിപ്പോരുത്, അവിടെ ഇരിക്കണം. അപ്പൊ ശ്രദ്ധിക്കുക, എനിക്ക് വളരെ നിർബന്ധമാണ്. യോഗം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലേ അധ്യക്ഷനോട് നേരത്തെ പറയണം, ഞാൻ ഇടയ്ക്കൊന്ന് പോകും. അത് കുഞ്ഞുങ്ങളല്ലേ, ആരാന്നില്ല. ഇത് നമ്മുടെയൊക്കെ സഭകളിൽ മിക്കടത്ത് അങ്ങ് കാളകളിയാണ്. തോന്നുമ്പം വരിക, തോന്നുമ്പം പോവുക. അത് ശരിയല്ല. അത് ഇവിടെ നിന്നല്ല, മൊത്തത്തിലാണ് ഞാൻ പറയുന്നത്. അത് ശുശ്രൂഷകന്മാർ കർക്കശമായിട്ട് അതൊക്കെ കാര്യം. ഇപ്പം അവർക്കും പറയാൻ മേല ഉടനായിട്ട് ആൻസർ ആക്കിക്കളയും. അതുങ്ങളും പേടിച്ച് വല്ല ജാതി 3 കൊല്ലം എങ്ങനെയും തേക്കണം ഓർത്ത് അതുങ്ങൾ പിന്നെ നിങ്ങൾക്ക് പറയാൻ മേലത്തൊക്കെ എന്നെ ഏൽപ്പിച്ചാൽ മതി, ഞാനതിൻ്റെ പരുവത്തിന് പറഞ്ഞോളാം. നിങ്ങൾ പറഞ്ഞൊരു വിഷയം ഉണ്ടാക്കണ്ട. നമ്മൾ അതിനൊക്കെ ദൈവം എന്നെ ഈ പരുവത്ത് വിട്ടേക്കുന്നത്. ഇനിയിപ്പം ഞാൻ പറഞ്ഞാലേ ഇത് ഏക്കുള്ളൂ, നിങ്ങൾ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കും. അപ്പം നിങ്ങൾ അതിൻ്റെ പരുവത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അപ്പൊ ശ്രദ്ധിക്കുക, ഈ തീത്തോസിന്റെ ലേഖനം ഇത് ഇടയലേഖനങ്ങളിൽ പെട്ടതാണ്. അതേ ഭാഗത്തേക്ക് അധികം പോകുന്നില്ല. ഓരോ അധ്യായത്തിൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ ഓരോ കാര്യങ്ങൾ പൗലോസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തുവിന്റെ, അതാണ് 11-ാം വാക്യം. ഒന്നുകൂടെ വായിച്ചേ ശിവ പാസ്റ്ററെ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശ. അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം. ഭാഗ്യകരമായ പ്രത്യാശ. അത് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ക്രിസ്ത്യാനികളുടെ മാത്രം ദൈവമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ക്രിസ്ത്യാനികളുടെ ദൈവമല്ല യേശു. ഹൈന്ദവരുടെ മാത്രമല്ല, മുസ്ലിം സഹോദരന്മാരുടെ അല്ല, അങ്ങനെ ധരിക്കരുത്. ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും ആമൻ ദൈവമാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് അവതരിച്ചത് ഒരു വിഭാഗത്തെ മാത്രം ഉദ്ധരിക്കാനല്ല, മുഴു ലോകത്തെയും രക്ഷിക്കാനാണ്. ഈ ലോകത്തിലുള്ള സകല മനുഷ്യരും ഒരാളിൽ നിന്ന് ഉത്ഭവിച്ചെന്ന പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. അങ്ങനെയല്ലയോ തന്നിച്ച? അതെ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യജാതിയെ മുഴുവനുള്ള വാക്ക്. നമ്മളെല്ലാം ഒരപ്പൻ്റെ മക്കളാ. അംഗീകരിക്കുകയല്ലെന്ന് എനിക്കറിയാം. നോട്ടോ ഇരുമ്പം കാണുമ്പോൾ അറിയാം. അയ്യോ ഞങ്ങൾ അങ്ങനൊന്നും അല്ല, ഞങ്ങൾ ഏത് കുടുംബമാണെന്ന്. കുടുംബത്തിൻ്റെ വിജയമായിട്ട് ഒന്നും പറയാതിരിക്കുന്നതാ നല്ലത്. വല്ലതും പറയാനുണ്ട്, കാൽവരി ക്രൂശിൽ പ്രശംസിച്ചോണം. സ്തോത്രം. യേശുവിന്റെ ക്രൂശിൽ പ്രശംസിച്ചോണം ഒരു ദൈവ പൈതൽ. ഭൂതലത്തിലെങ്ങും കുടിയിരിക്കുവാൻ അവൻ ഒരുത്തനിൽ നിന്ന് മനുഷ്യവർഗത്തെ, മനുഷ്യജാതിയെ ഉളവാക്കി. പിന്നെ മനുഷ്യന്റെ പാപവും ഈ ക്രമക്കേടും വഴിവിട്ടുള്ള ജീവിതവും ഭക്ഷണക്രമവും
ഭൂപ്രകൃതിയുടെ ഈ രീതികളും പിന്നെ എന്ന് പറഞ്ഞ കാലാവസ്ഥയുടെ വ്യതിയാനവും ഭക്ഷണക്രമവും തൊഴിലും സംസാര രീതിയും 11 നമുക്കറിയാം. ഭാഷ കലങ്ങി ഈ കലക്കമൊക്കെ വെച്ച പല ജാതികളായിട്ടത് ഇതെല്ലാം നമ്മൾ ഒപ്പിച്ചതാ. ദൈവം അറിഞ്ഞ കേസേ അല്ല. ദൈവം ഒറ്റ ഒരുത്തനെ ആദ്യം സൃഷ്ടിച്ചത്. അത് മണ്ണുകൊണ്ട് കുരങ്ങൻ കുഞ്ഞായി വന്നതും അല്ല, മണ്ണുകൊണ്ട് ദൈവം സൃഷ്ടിച്ചതാ. അപ്പോൾ ആ ഒരുത്തനിൽ നിന്നാണ് സകല മനുഷ്യജാതിയും ഇന്ന് ഭൂമിയിൽ പാർക്കുന്നത്. പിന്നെ ഏറ്റക്കുറച്ചിലൊക്കെ മനുഷ്യർക്കുണ്ടാകും. അതുകൊണ്ട് പൗലോസിന്റെ ഭാഷ പദം ഞാൻ കടമെടുക്കുക, ഞെളിയാതെ ദൈവത്തെ ഭയപ്പെട്ടോണം. ഒറ്റ ഒരുത്തനിന്ന മുഴുവനെണ്ണോ ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, അവിടുന്ന് മുഴു ലോകത്തിന്റെയും ദൈവമാണ്. ഏത് ജാതിയിലും കുലത്തിലും കുടുംബത്തിലും നിറത്തിലും നിലവാരത്തിൽപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിക്കാം, യേശു ക്രിസ്തുവിനെ ആരാധിക്കാം, യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വരാ. ആരെയും കർത്താവ് തള്ളിക്കളയല്ല. കുഞ്ഞുങ്ങൾക്ക് യേശുവിന്റെ അടുക്ക വരാം. യേശു പറഞ്ഞില്ല അവരെ തടയരുതവരെ. പിള്ളേർക്ക് വരാം, പെൺപിള്ളേർക്ക് യേശുവിന്റെ അടുക്ക വരാം, 18 കഴിഞ്ഞവർക്കും വരാം. ജോഡി ഒറ്റയ്ക്ക് യേശുവിൻ്റെ അടുക്ക വരാം. ചിലർ 5-6 പേരുമായിട്ടാണ് നിൽക്കുന്നത്. കാരണം ഒറ്റയ്ക്ക് നിർത്താനും കൊള്ളുകയല്ലേ ചിലരെ. യേശു ഒറ്റയ്ക്കല്ലേ, ശമരിയാക്കാരിയുമായിട്ട്. ശിഷ്യന്മാരെല്ലാം ഭക്ഷണം കൊള്ളാൻ കടന്നു. മണിക്കൂറുകൾ സംസാരിച്ചല്ലോ. സംസാരിക്കും തോറും അവക്ക് ആവേശം വർദ്ധിച്ച് അവിടുത്തെ ഒന്നുകൂടെ രുചിച്ചറിയുക. ആദ്യം മനസ്സിലാക്കിയത് ഒരു യഹൂദൻ. അല്പം കഴിഞ്ഞപ്പോൾ മനസ്സിലായി യഹൂദൻ മാത്രമല്ല ഇദ്ദേഹം പ്രവാചകനാ. സ്തോത്രം. അങ്ങനെ സംസാരത്തിന്റെ മൂർധന്യാവസ്ഥ വന്നപ്പോൾ ഓടിയുള്ളവർ അവർക്ക് മനസ്സിലായി മിശിഹായാണെന്ന്. അന്നേരം കുട വെച്ച് ചോടി പട്ടണത്തിൽ ചെന്ന് കണ്ടവരോടെല്ലാം പറഞ്ഞു, ഞാൻ മിശിഹായെ കണ്ടെത്തി. അതാ യേശുവിന്റെ വിശേഷത. സ്തോത്രം. കൊച്ചുങ്ങൾക്ക് വരാം, കുഞ്ഞു പെൺപിള്ളേർക്ക് വരാം, 18 സഹോദരിക്ക് വരാം, 18 കഴിഞ്ഞ അമ്മമാർക്കും സഹോദരിമാർക്കും ഒക്കെ യൗവനക്കാർക്കും എല്ലാം യേശുവിനിടയ്ക്ക് വരാം. ഇങ്ങോട്ടെടുക്കരുത്, അതിലെ പൊക്കണമെന്നൊന്നും യേശു പറയുകയില്ല. യേശു ക്രിസ്തുവിന്റെ ഐഹിക ശുശ്രൂഷ കാലത്തും എത്രയോ സഹോദരിമാര് കർത്താവിന്റെ കൂടെ കർത്താവിനെ ശുശ്രൂഷിച്ചു. മറിയ, മറ്റേ മറിയ, മറ്റെല്ലാക്കാര്യത്തെ മറിയ, സൂസന്ന, യോഗന്ന, ശലോമി എന്ന് വേണ്ട സഹോദരിമാരെല്ലാം മാന്യമായിട്ട് ശുശ്രൂഷിച്ചു. കർത്താവ് അവരോടെല്ലാം മാന്യമായിട്ട് ഇടപെടുകയും ചെയ്തു. സഹോദരന്മാർക്ക് യേശുവിൻ്റെ അടുക്ക വരാം. യേശു ക്രിസ്തു ഇരിക്കുന്നിടത്തോട്ട് തന്നെ ചെല്ലണമെന്നില്ല. നമ്മുടെ വീട്ടിൽ വരുന്നവനായ യേശു. അവൻ ശിമോന്റെ വീട്ടിൽ വന്നപ്പോൾ അങ്ങനെ വീട്ടിൽ യേശു വരും. സ്തോത്രം. നീ ഇരിക്കുന്ന ഇടത്ത് യേശു വരും. യേശുവിനെ എടുത്തോണ്ടാരും പോകണ്ട, യേശു നടന്നു വന്നോളൂ. അവിടുന്ന് ജീവനുള്ള ദൈവമാണ്. ഇന്ന് രാത്രിയിലും അവിടുന്ന് നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടുവനായി, ചുട്ടുപടിപ്പച്ച വെള്ളോട്ടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കി പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക് ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രിയിലും നമ്മുടെ നടുവിൽ വന്നിട്ടുണ്ട്. അനുഭവിക്കുന്നവരെയും അത് വിശ്വസിക്കുന്നവരെ ഓർത്ത് ദൈവത്തിന് മഹത്വം കരയേറ്റുക. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ക്രിസ്തു ഒരു വിഭാഗത്തിന്റെ ദൈവമല്ല, മുഴു ലോകത്തിന്റെയും ദൈവമാണ്. പിന്നെ ആൾക്കാരിങ്ങനെ പകുത്തൊക്കെ വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ യേശു, ഇത് കത്തോലിക്കരുടെ യേശു, അത് യാക്കോബക്കാരുടെ യേശു, ഇത് മാർത്തോമക്കാരുടെ യേശു, ഇത് പെന്തിക്കോസുകാരുടെ യേശു, ഇത് ബ്രദറുകാരുടെ സെപ്പറേറ്റ് യേശു, ഇത് TPM-കാരുടെ സ്പെഷ്യൽ യേശു. അങ്ങനൊന്നുമില്ല. നിങ്ങൾ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ. യേശു ക്രിസ്തു ഒരുവനേ ഉള്ളൂ. അത് മുഴു ലോകത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ടാണല്ലോ എനിക്കും ഈ മാർഗത്ത് വരുവാൻ ഇടയായി തീർന്നത്. ദൈവത്തിന്റെ മഹത്വം. അതുകൊണ്ട് ഇന്ന് രാത്രി അറച്ചും മടിച്ചും അകന്നു നിൽക്കാതെ യേശുവിന്റെ അടുക്ക വാ. നിന്റെ സകല പ്രശ്നങ്ങൾക്കും അവിടുന്ന് പരിഹാരം തരും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത, ഭാഗ്യകരമായ പ്രത്യാശ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചു. അതെന്തിനാ അവതരിച്ചത്? സകല മനുഷ്യന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ. ആ ഭാഗത്തേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ ഈ ലേഖനത്തോട് ബന്ധപ്പെട്ട് നമുക്ക് ഒന്ന് ചിന്തിക്കാം. അപ്പൊ ഈ ക്രേത്തയിൽ പൗലോസ് തീത്തോസിനെ ആക്കിയേച്ചു പോയി. അതെന്തിനാന്ന് ചോദിച്ചാൽ 1-ാം അധ്യായം പഠിക്കുമ്പോൾ ഈ ചിലരുടെ വായെ അടയ്ക്കണം. അതിനാ ശുശ്രൂഷകനെ അവിടെ ആക്കി വെച്ചു പോയത്. ചിലരുടെ വായെ അടയ്ക്കണം. 11-ാം വാക്യം വായിച്ച 1:11. വിശേഷാൽ വൃഥാവാചന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരെ പലരുമുണ്ടല്ലോ. 1:11. വിശേഷാൽ പരിച്ഛേദനക്കാർ തന്നെ അവരുടെ വായ അടയ്ക്കേണ്ടതാകുന്നു. അവരുടെ വായ അടയ്ക്കേണ്ടതാകും. അതാ 11-ാം വാക്യം.
അവരുടെ അവർ വായ് ദുരാദായം വിചാരിച്ച് അവരുടെ വായ് അടക്കേണ്ടതാകുന്നു. അപ്പൊ ഈ തീത്തോസിനെ ക്രേത്തയിലാക്കി വെച്ച് പോകുന്നത് ചിലരുടെ വായെ അടയ്ക്കണം. ആരുടെ വായ അടയ്ക്കണം? 10-ാം വാക്യം. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്തവരായ പലരുമുണ്ടല്ലോ. വഴങ്ങാത്ത കുറെ കക്ഷികളുണ്ട്. അതെല്ലായിടത്തും ഉണ്ട് വഴങ്ങാത്തവര്. നമ്മുടെ വീട്ടിലുണ്ട് വഴങ്ങാത്തവർ. എന്ത് ചെയ്താ പെമ്പള വഴങ്ങുകയല്ല, എന്ത് ചെയ്താ മാപ്പിളയും വഴങ്ങുകയല്ല. കൊച്ചുങ്ങളൊട്ടും വഴങ്ങുന്നില്ല. പ്രായമുള്ളതള്ള 85 അത് ലേശം വഴങ്ങുകയല്ല, പിടിവാശിയായിട്ടിരിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അദ്ദേഹം ഇവിടെ പൊതുവിൽ പ്രസ്താവിച്ചില്ല. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പ്രഗത്ഭരായ കർത്തദാസന്മാർ നല്ല രീതിയിൽ സുവിശേഷം ഇവിടെ വിതറി. അതോർത്ത് ദൈവത്തിന്റെ മഹത്വം. ദൈവം അവർക്കെല്ലാം ദീർഘായുസ് കൊടുത്ത് ബലപ്പെടുത്തട്ടെ. ഇന്ന് സുവിശേഷമുണ്ട്, പിന്നെ അറിയാമല്ലോ ചെറിയ ക്രമീകരണമൊക്കെ വരുത്തണം. അപ്പം ആ പരുവത്തിനായിരിക്കും ഇന്ന്. സ്തോത്രം. യോഗം കൂടി ആരും നരകത്തിൽ പോകരുത്. അധികം യോഗം കൂടാൻ ഒത്തില്ലെങ്കിൽ ഒറ്റ യോഗമേ കൂടിയുള്ളല്ലോ അങ്ങ് ചെല്ലണം. അണ്ടമാനം യോഗം കൂടി ഏറെ അങ്ങോട്ട് പോകുന്നല്ലേ നല്ലത്. 1-2 യോഗമേ കൂടാനൊത്തുള്ളെങ്കിലും അങ്ങ് കാണുന്നതാ വിഷയം. അപ്പൊ ഈ ക്രേത്തയിൽ നിന്നെ ആക്കിയേച്ച് പോകുന്നതിന് ചില ക്രമീകരണങ്ങൾ വരുത്തണം. ഒന്ന്, ചിലരുടെ വായെ അടയ്ക്കേണ്ടതാകുന്നു. ചുമ്മാ ഈ വിടുവാ പറയുക. വൃഥാവാചാലന്മാർ, ഒരു പ്രയോജനമില്ല. ചുമ്മാ ഈ ഞാനൊരു ഭാഷ പറയും, അത് ഭാഷ അത്ര നല്ലതല്ലെന്ന് എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പിന്നെ എന്നെപ്പറ്റി നല്ല ധാരണയുണ്ടല്ലോ, അയാൾക്ക് വിവരവും ബോധവും ഇല്ലെന്ന്. അപ്പൊ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ചുമ്മാ ഈ ചപ്പളാത്തി അടിച്ചു കിടക്കുന്നവരുണ്ട്. ഒരു കടമ്പുമില്ല. ഞാൻ ദൈവദാസന്മാരോടും ദൈവമക്കളോടും പറയാം, നിന്റെ വായിൽ നിന്ന് വിശ്വാസത്തിന്റെ വാക്ക് വരണം. നിരാശയുടെയും പരാജയത്തിന്റെയും തകർച്ചയുടെയും വാക്ക് വരരുത്. ഒരു രോഗിയെ കണ്ടു, അന്നേരം അയ്യോ ഇത് ഇങ്ങനെ വെച്ചോണ്ടിരിക്കരുതെന്നല്ല പറയേണ്ടത്. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകുമെന്ന് പറയണം. നിരാശയോടെ ഒരുത്തൻ നമ്മുടെ അടുക്ക വന്നു, അയ്യോ ഞാനും ഭാരപ്പെട്ടിരിക്കുകയായിരുന്നു, നമുക്ക് എന്നാ ചെയ്യാനാ? അങ്ങനല്ല. ദൈവം നിന്റെ രട്ടടിച്ച് സന്തോഷം ഉടിപ്പിക്കും. നിന്റെ വിലാപത്തെ ദൈവം നൃത്തമാക്കി തീർക്കും. നിന്റെ പ്രശ്നങ്ങൾക്ക് യേശു പരിഹാരം തരും. യേശു സമാധാനം തരുന്ന ദൈവമാ. അന്യോന്യം ധൈര്യപ്പെടുത്തണം. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് വിശ്വാസികളുടെ മനസ്സ് തകർക്കരുത്. സ്തോത്രം. വിശ്വാസത്തിന്റെ വാക്ക് പറയണം. അപ്പോൾ വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരുമായി വഴങ്ങാത്ത പലരുണ്ട്. വീട്ടിൽ വഴങ്ങാത്തവരുണ്ട്, സഭയ്ക്കകത്തുണ്ട് വഴങ്ങാത്തവർ. എന്ത് ചെയ്താ എട്ടിൽ വേണ്ടി അടുക്കാത്ത ആൾക്കാർ സഭയ്ക്കകത്ത് ഉണ്ട്. മിക്കതും കമ്മിറ്റിയില്ല, വഴങ്ങുകയല്ല. കാര്യം ആലോചിക്കുമ്പോൾ ചാടി മിറ്റത്തിറങ്ങും, മുണ്ടും പൊക്കി കുത്തി അവിടെ നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ നിൽക്കുക, മുൻകാലിങ്ങനെ അനക്കി. വഴങ്ങുകയല്ല. ഇപ്പൊ പിന്നെ പാസ്റ്റർമാർക്ക് വല്ല പേടിയാ. ഉടനെ അങ്ങ് എടുത്താ എല്ലാം കുത്തിയിരുന്ന് മുതുപാതിരാക്കിയിരുന്ന്, എടാ നീ കിടന്നുറങ്ങേ. കൂട്ടുവിശ്വാസിയും കൂട്ടുസഹോദരനെയും കൂട്ടുവേലക്കാരെ പറ്റി എഴുതിയാ നിന്റെ അസ്ഥി ഒടിക്കും. നിനക്ക് ദൈവം നിന്നെ പാടില്ല. സ്തോത്രം. പാടില്ല. വഴങ്ങാത്ത ഒത്തിരി എണ്ണമുണ്ട്. അത് വീട്ടിലുണ്ട്, സഭയ്ക്കകത്തുണ്ട്, നാട്ടിലുമുണ്ട്. അപ്പൊ തീത്തോസിന് ഇത് സഭയോടുള്ള ദൂതായതുകൊണ്ട് തീത്തോസിനോട് പറയുക, നിന്നെ ഇവിടെ ആക്കിയത്, ക്രേത്തയിലാക്കിയത് ഇങ്ങനെയുള്ളവരുടെ വായെ അടയ്ക്കണം. ആവശ്യമില്ലാത്ത പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കണം. ചിലര് സാക്ഷി, ഇപ്പോഴൊക്കെ സാക്ഷി കുറവാ. പണ്ടൊക്കെ നമ്മുടെ സഭകളിൽ ഇഷ്ടം പോലെ സാക്ഷ്യമാണ്. നിന്നിങ്ങനെ കറങ്ങും, നല്ലവനും വല്ലവനും വിശ്വസ്തനും ഹല്ലേലൂയ. അത്ര നീട്ടേണ്ട ഒരു കാര്യമില്ല, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ മതി. ഇന്നങ്ങ് കറങ്ങുക. ഈ പറയുന്നത് മിക്കതും അവിശ്വാസവും നിരാശയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചില പറയാ 35 കൊല്ലമായി കൃപയിൽ വന്ന് ഇന്ന് വരെ ഒരു വിടുതലുണ്ടായിട്ടില്ല. എന്നാ നീ എഴുന്നേക്കായിരിക്കണ്ടേ? വിടുതലുള്ളവൻ എഴുന്നേക്കട്ടെ. സ്തോത്രം. അങ്ങനെയുള്ളവരെ മിണ്ടരുതെന്ന് പറയണം. വൃഥാവാചാലന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായ പലരുണ്ട്. അവരുടെ വായ അടയ്ക്കണം. ഞാൻ സഭയുടെ പേരൊന്നും പറയുന്നില്ല. ചില സഭയിലുണ്ട്, ഈ ട്യൂണ് മാറിയ ഉടനെ തമ്പറിനൊരു അടി അടിക്കും. അന്നേരം അവിടെ ഇരിക്കും. എവിടാന്ന് എന്നോട് ചോദിക്കരുത്, നിങ്ങൾക്ക് മനസ്സിലായി കാണും, അറിയാമല്ലോ. അവിടെ അങ്ങനെ തന്നെയല്ല. തമ്പേറും അവരുടെ ചുമതലപ്പെട്ടയില്ല. അല്ല ചുമ്മാ വരുന്നവനെല്ലാം തമ്പേറെടുത്ത് അടിക്കുകയല്ല. അവിടെ പോയി പുറകെ ഇരുന്നെങ്ങാനും കൈയടിച്ച് ബലപ്പെട്ടുണ്ട്. തമ്പേറൊക്കെ അടിക്കാൻ ഇവിടെ ആളുണ്ട്. മനസ്സിലായോ?
ഇത് നമ്മുടെ ചില ഞാൻ ഇന്ന് പകലും പ്രസംഗിച്ച് നമ്മുടെ ചില സഭയെ തമ്പകരടിക്കാൻ അത് സഭ തുടങ്ങിയ കാലം മുതലേ അച്ചാൻ ഇയാൾക്ക് താളവും ഇല്ല ബോധമില്ല ടുണ്ടുണ്ടുണ്ടുണ്ടും ഈ തമ്പകരുടെ കൊടുക്കത്തുമില്ല, ഇയാൾ അടിച്ചാൽ ശരിയാകുകയും ഇല്ല. തമ്പകറങ്ങാനും മേടിച്ച് അയാൾ സഭ വിട്ടു പോവുകയും ചെയ്യും. അത് പേടിച്ച് പേടിയാ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോ അമ്മയെ പറഞ്ഞേ, അമ്മയുടെ ആണ്ട് പറഞ്ഞല്ലേ സഹോദരി പുറകെ ഇരുന്ന് നമ്മുടെ ഇവിടെ തമ്പരടിക്കുന്ന അച്ഛൻ്റെ കാര്യമാണോ? അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പൊതുവിലങ്ങ് പറയുക, നിങ്ങളത് ഏറ്റെടുക്കണ്ട. അതൊക്കെ ആവശ്യമുള്ളവരിവിടെ കാണാം, അവർ ഏറ്റെടുത്തോളും. അപ്പോൾ വൃഥാമാചാരന്മാരും മനോവഞ്ചകന്മാരും വഴങ്ങാത്തവരുമായ ചിലരുണ്ട്. അവരുടെ വായെ അടയ്ക്കണം. അതാണ് 1-ാം അധ്യായത്തിൽ. ഞാൻ വിസ്തരിക്കുന്നില്ല. 2-ാം അധ്യായത്തിൽ പൗലോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, സകലത്തിലും നമ്മെ തന്നെ മാതൃകയാക്കണം. 2-ാം അധ്യായത്തിന്റെ 7-8 വായിച്ചേ. വിരോധി നമ്മെ കൊണ്ട് ഒരു തിന്മയും പറവാൻ വകയില്ല. വിരോധി നമ്മെ കൊണ്ടൊരു തിന്മയും പറവാൻ വകയില്ലാതെ ലജ്ജിക്കേണ്ടതിന് സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയാക്കി കാണിക്കാം. സകലത്തിലും നിന്നെ തന്നെ സൽപ്രവർത്തിക്ക് മാതൃകയാക്കണം. അപ്പൊ 2-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട വിഷയത്തിൽ ഒന്ന്, സകല വിഷയത്തിലും നിന്നെ തന്നെ മാതൃകയാക്കണം. അത് ഈ ആരാധന മാത്രമല്ല, എല്ലാ മേഖലയിലും മാതൃകയുണ്ടായിരിക്കണം. ചർച്ചിൽ വരുന്ന 2-3 മണിക്കൂർ മാത്രമല്ല പെന്തിക്കോസ് മാതൃക, 24 മണിക്കൂർ മാതൃകയായിരിക്കണം. സംസാരത്തിലും ഇടപാടിലും കൊടുക്കവാങ്ങലിലും സഹകരണത്തിലും ചെയ്തികളിലും ചെയ്വനകളിലും എല്ലാം സകല വിഷയത്തിലും മാതൃകയായിരിക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് പിന്നെ വരുന്നത് കൊണ്ട് ഇപ്പൊ അവിടെ തൊടുന്നില്ല. സ്തോത്രം. അപ്പൊ 1-ാം അധ്യായത്തിൽ ചിലരുടെ വായ അടയ്ക്കണം. 2-ാം അധ്യായത്തിൽ സകലത്തിലും മാതൃകയോടെ ജീവിക്കണം. 3-ാം അധ്യായത്തിലെ പൗലോസ് പറയുക, തർക്കവും വാദവും എല്ലാം ഒഴിഞ്ഞു നിന്നേക്കണം. ആവശ്യമില്ലാത്ത തർക്കത്തിന് 3-ാം അധ്യായത്തിന്റെ 9-ാം വാക്യം വായിച്ചേ. മൗഢ്യതർക്കവും വംശാവലികളും കലഹവും ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കുക. അതങ്ങ് ഒഴിഞ്ഞു നിൽക്കണം. ഇങ്ങനെയുള്ള ആ വിഷയങ്ങളിൽ ചെന്ന് ചാടരുത്. മൗഢ്യതർക്കവും ചുമ്മാ ആവശ്യമില്ലാത്ത വംശാവലി. ചിലരെല്ലാം ഈ വലിയ ഇഷ്ടമായി ഈ വംശാവലി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ അപ്പച്ചന്റെ 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 അപ്പച്ചൻ. എന്തിനാ? നമുക്കെല്ലാവർക്കും കൂടി ഒരു പിതാവല്ലേ ഉള്ളൂ, സ്വർഗസ്ഥൻ. ഒരേ ഒരു രക്ഷകനല്ലേ ഉള്ളൂ, യേശു ക്രിസ്തു. ഒരേ ഒരു നായകനല്ലേ ഉള്ളൂ, യേശു ക്രിസ്തു. ഒരേ ഒരു രക്ഷിതാവല്ലേ ഉള്ളൂ, യേശു ക്രിസ്തു. അതല്ലേ ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ ആവശ്യമില്ലാത്ത മൗഢ്യതർക്കവും വംശാവലികളും ഈ കെട്ടുകഥ ഇതെല്ലാം ഒഴിഞ്ഞു നിൽക്കണം. തർക്കം പാടില്ല. തർക്കം ദൈവസഭയ്ക്കില്ലെന്നാ പൗലോസ് എഴുതിയേക്കുന്നത്. ഒരുവൻ തർക്കിക്കാൻ ഭാവിച്ചാൽ അങ്ങനെയുള്ള മര്യാദ നമുക്കില്ല. ഒഴിഞ്ഞങ്ങ് മാറിയേ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തർക്കമെന്നല്ല, ഇപ്പൊ അതിന് ഖണ്ഡനമെന്നൊക്കെ, അത് ചുമ്മാ ഈ വിഷയം ഒരു സബ്ജക്റ്റ് എടുത്ത് അത് പറയല്ല. ജയിക്കാതെ വരുമ്പോ പിന്നെ റൂട്ട് മാറ്റുക. നിന്റെ ചരിത്രം എനിക്കറിയാം ഉണ്ടോ? ഉടനെ നേരെ ആ ചരിത്രം പറയാനാണോ തുടങ്ങിയത്? ആണോ? മഹോദരവത്തിന് മുമ്പ് യേശു വരുമോ, അത് കഴിഞ്ഞ് വരുമോ, അതിനിടയ്ക്ക് വരുമോ? ഇതായിരുന്നു വിഷയം. അവസാനം വന്ന് നിന്നത് നിന്റെ ചരിത്രം എനിക്കറിയാമെന്ന്. അപാകത കണ്ടോ? ഉടനെ അവൻ ഇങ്ങോട്ട് നിന്റെ ചരിത്രം എന്നെ കൊണ്ട് അധികം കുഴഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒഴിഞ്ഞു നിന്നേക്കണം. പണ്ടൊക്കെ ഖണ്ഡനം നടത്തും. അത് പ്രതിപക്ഷ ബഹുമാനത്തോടാ ഖണ്ഡനം. അതാ, മറ്റു കാര്യം ഒന്നും പറയത്തില്ല. ആ സബ്ജക്റ്റാ. ഇന്ന് ഞാൻ ചിലത് ശ്രദ്ധിക്കാറുണ്ട്, സബ്ജക്റ്റ് വിട്ടാ ഉപദേശത്തിൽ കയറി അവസാനം പിന്നെ ഉപദേശമല്ല പറഞ്ഞ് വേറെ വിഷയമാണ് പറയാന്. പിന്നെ വ്യക്തിഹത്യ നടത്തും. അത് പാടില്ല. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. നിങ്ങളുടെ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഇതൊന്നും ഇവിടെ പറഞ്ഞാൽ എറിക്കുകയല്ലെന്നാ, എന്നാ എറിക്കുന്നിടത്തോട്ട് പോകാം. അപ്പൊ ശ്രദ്ധിക്കുക, ഇതെല്ലാം അങ്ങ് ഒഴിഞ്ഞിരിക്കണം.
അപ്പൊ ഈ കാരണങ്ങൾക്ക് പൗലോസ് അവിടെ തീത്തോസിനെ ആക്കിയത്. ആട്ടെ, ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. എടുത്ത വിഷയം 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 14 വരെ ആ ഭാഗത്ത് വായിക്കുന്നത്, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ആ ഭാഗ്യകരമായ പ്രത്യാശ, നമ്മുടെ പ്രത്യാശ, ഈ നമ്മുടെ പ്രത്യാശ പോലെ പ്രത്യാശയുള്ള ഒരു ഇനം ഈ ലോകത്തിലില്ല. ആരോട് പറയാൻ? നമ്മുടെ പ്രത്യാശയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, സ്നാനപ്പെട്ടു. എങ്ങനെ? വെള്ളത്തിൽ മുങ്ങി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവർ. നമ്മുടെ ഞാൻ ഉദ്ദേശിച്ചത് ആത്മസ്നാനം പ്രാപിച്ചവർ. ആ പദം പറയുന്നത് വിവാദമാണ്, എന്നാലും മനസ്സിലാകാൻ അഭിഷേകം പ്രാപിച്ചവർ. അഭിഷേകം എന്നുള്ള പദം പറഞ്ഞാൽ കയറി കൊത്തും, അതെനിക്കറിയാം. എന്നാലും മനസ്സിലാകാനാ അഭിഷേകം പ്രാപിച്ചവർ. തിരുമേശ എടുക്കുന്നവർ, വേർപാട് പാലിച്ച ദൈവമക്കൾ പാലിക്കുന്നവർ, അങ്ങനെയുള്ളവരുടെ കാര്യമാണ് നാം എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മെ പോലെ പ്രത്യാശ വേറെ ആർക്കുമില്ല. സ്തോത്രം. നമ്മുടെ പ്രത്യാശയ്ക്ക് തീത്തോസ് കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക പദമാണ് ഭാഗ്യകരമായ പ്രത്യാശ. 1-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത് നിത്യജീവന്റെ പ്രത്യാശ എന്ന. അങ്ങനല്ലയോ 1-ന്റെ 2-ാം വാക്യം വായിച്ചേ. നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ സകല കൽപ്പന പ്രകാരം തന്നെ ഫലമേൽപ്പിച്ച പ്രസംഗത്താൽ തക്ക സമയത്ത് തന്റെ വചനം വെളിപ്പെടുത്തിയ ഭോഷ്കില്ലാത്ത ദൈവം സകല കാലത്തിന് മുമ്പേ വാഗ്ദത്തം ചെയ്ത നിത്യജീവന്റെ പ്രത്യാശ ഹേതുവായി. അപ്പൊ നിത്യജീവന്റെ പ്രത്യാശ. അപ്പോൾ ഇവിടെ ഭാഗ്യകരമായ പ്രത്യാശ അല്ലെങ്കിൽ നിത്യജീവന്റെ പ്രത്യാശ. എന്തുവാ ഈ ഭാഗ്യകരമായ പ്രത്യാശ? ഞാൻ പ്രാരംഭത്തിൽ സൂചിപ്പിച്ചല്ലോ, ആ ഭാഗ്യകരമായ പ്രത്യാശ മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാണ്. ആ 12-ാമത്തെ വാക്യത്തിന്റെ ലാസ്റ്റ് ഭാഗത്തിൽ എഴുതിയിട്ടുണ്ട്. വായിച്ചേ, 12-ാം വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം. 2-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ ഒടുവിലത്തെ ഭാഗം രണ്ടുപേരുടെ ചേർന്നങ്ങ് വായിക്കേ. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷതയ്ക്കായിട്ടും. യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. അപ്പൊ ശ്രദ്ധിക്കുക, എന്താ നമ്മുടെ പ്രത്യാശ? ഭാഗ്യകരമായ പ്രത്യാശ യേശുക്രിസ്തുവിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത. ഞാനും നിങ്ങളും ഈ ദുഷ്ടലോകത്തിൽ പാപലോകത്തിൽ കാത്തിരിക്കുന്നത്, ഇനി കാത്തിരിക്കുന്ന ഒരൊറ്റ വിഷയമാണ്, പ്രധാനപ്പെട്ട വിഷയം യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. അതാണ് നമ്മുടെ പ്രതീക്ഷയും പ്രത്യാശയും. യേശുക്രിസ്തു ഒരിക്കൽ ഈ ഭൂമിയിൽ പ്രത്യക്ഷപ്പെട്ടു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. കന്യകാസൂനുമായി ഈ ഭൂമിയിൽ അവിടുന്ന് തിരുവെടുത്ത് മുന്നമേ കുറിച്ചു വെച്ചതുപോലെ അവതരിച്ചു. എന്തിന്? സകല മനുഷ്യരെയും അവൻ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ. അതുകൊണ്ടാണല്ലോ ഗബ്രിയേൽ മാലാഖ വന്ന് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പറഞ്ഞത്, അവന് യേശുവെന്ന് പേരിടണം എന്ന് പറഞ്ഞ അവൻ രക്ഷിതാവാ. അവൻ മാനവജനതയെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന് വരിക കർമ്മമാർഗം കൊണ്ടല്ല, പുണ്യപ്രവർത്തി കൊണ്ടല്ല. ഒരു സാധനവും എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയും വേണ്ട, ഉരുളുകയും വേണ്ട, നടക്കുകയും വേണ്ട, മുട്ടയിൽ വെടയണ്ട, ചെരുപ്പിട്ടോണ്ടും ചെരുപ്പിട്ട അതൊക്കെ ചെരുപ്പിട്ട് ഇടുകയോ ഇടാതിരിക്കുക അവനോ ഇഷ്ട. അതുകൊണ്ടൊന്നും രക്ഷപ്പെടുകയല്ല. സ്തോത്രം. വെള്ളവസ്ത്രം മാത്രം ധരിച്ചാലൊന്നും രക്ഷിക്കപ്പെടുകയല്ല. വെള്ള മാത്രം, ചുമന്നത് മാത്രം ഉടുത്താലൊന്നും രക്ഷപ്പെടുകയല്ല. കറുപ്പ് മാത്രം ഉടുത്തത് കൊണ്ട് കാര്യമാകില്ല, മഞ്ഞ മാത്രം ഉടുത്തത് കൊണ്ടും കാര്യമല്ല. ഉടുക്കണമെന്നേ ഉള്ളൂ, ഏത് വേണേലും ഉടുക്കാം. പക്ഷെ നീ അങ്ങ് പോകണമെങ്കിൽ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിന് 5 പൈസ മുടക്കണ്ട, 1 കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുക്കുക. അല്ല അവൻ എഴുന്നേറ്റ് ബഹളവും വെപ്രാളവും ഉണ്ടാക്കണ്ട. ഇരിക്കുന്ന ഇടത്ത് കേൾക്കുന്ന ഇടത്തിരുന്ന് പറഞ്ഞാൽ മതി, യേശുവേ ഞാനൊരു പാപിയാ, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് അങ്ങ് മരിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി എന്നെ രക്ഷിക്കണമെന്ന് ആര് ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കും, അവരെ ഇന്ന് രാത്രി യേശു രക്ഷിക്കും. ഈ രാത്രി ചില ജീവിതങ്ങളുടെ രക്ഷയുടെ രാത്രിയാകട്ടെ. 1 കാശ് മുടക്കണ്ട, 1 മൈൽ നടക്കണ്ട, ഹൃദയം കർത്താവിന് കൊടുക്ക്. ഇന്ന് രാത്രി യേശു ക്രിസ്തു തന്നെ രക്ഷിക്കും. രക്ഷിപ്പാൻ കഴിവുള്ള ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു.
പ്രൈസ് ദ ലോർഡ്. അവിടുന്ന് മാത്രമാണ് രക്ഷിപ്പാൻ കഴിവുള്ളവൻ. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. സ്തോത്രം. ആരെ ആരാധിക്കണമെന്ന് ചോദിച്ചാൽ ഒറ്റ വാക്ക് പറയാം, ആമേൻ. ദൈവത്തെ ആരാധിക്കണം. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗങ്ങളെ ആരാധിക്കരുത്, ഇഴജാതി പറവജാതി പക്ഷി മൃഗാദികളെ ഒന്നും ആരാധിക്കരുത്, സൂര്യനെയും ചന്ദ്രനെ ഒന്നും ആരാധിക്കരുത്, ഭൂചരകേജ വസ്തുക്കളെ ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തുവാ. അതെന്താ യേശു ക്രിസ്തു ആരാധനയ്ക്ക് യോഗ്യ ആകാൻ കാരണം? ഒന്ന്, അവിടുന്ന് മാത്രമാണ് വീണ്ടെടുപ്പാൻ കഴിവുള്ളവൻ. വീണ്ടെടുക്കാൻ കഴിവുള്ളവനെ വേണം പ്രിയപ്പെട്ടവർ ആരാധിക്കുവാൻ. മാത്രമല്ല, അവിടുന്ന് മരിച്ച് ഉയർത്ത ദൈവമാണ്. അതുകൊണ്ട് അവിടുത്തെ ആരാധിക്കണം. മാത്രമല്ല, വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ അവിടുന്ന് ജയം പ്രാപിച്ചവനാ. ഇന്ന് രാത്രി ആരാധനിക്കാൻ യോഗ്യനായ ഒരുവനേ ഉള്ളൂ, നസറയനാകുന്ന യേശു ക്രിസ്തു. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടല്ലയോ ആ പൊന്നും മൂരും കുന്തിരിക്കും കൊണ്ടുവന്ന് അവിടുത്തെ തൃപ്പാനത്തിൽ കാഴ്ചവെച്ച് അമ്മയും മോനും കിടക്കുന്നെങ്കിൽ വണങ്ങി അവനെ നമസ്കരിച്ചു ആരാധിച്ചതാണല്ലോ നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത്. ആമേൻ. ആരാധനയ്ക്ക് യോഗ്യൻ യേശു ക്രിസ്തു. ഒന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്കം കാഴ്ചവെച്ചു. വന്നുമാകർ നിന്നടുക്കൽ ഭക്തിയോടെ പൊന്നമൂര കുന്തിരിക്കം കാഴ്ചവെച്ചു. ഉന്നതാധികാരമുള്ള മന്നവൻ നീയെന്നു ധന്യർ സന്നമിച്ചു ഘോഷിക്കും നീതാ നിശങ്കമായി സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിന് കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അട്ടിടയർ കൂട്ടമായി വന്ന നേരം ഈ ചുശീലയിൽ കിടന്ന യേശുദേവാ. അട്ടിടയർ കൂട്ടമായി വന്ന നേരം ഈ ചുശീലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ക്ലിഷ്ടമാക്കിടപ്പും കണ്ടു ഞാൻ നമിക്കുന്നേ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിനായി കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. ശ്രീ നരപതിയെ സിയോൻ മണവാളനെ. അപ്പൊ യേശു ക്രിസ്തു ഒരിക്കൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷത ആമേൻ കന്യാസൂനുമായി ഈ ഭൂമിയിൽ അവതരിച്ചു. എന്തിന്? മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ആ ചെറിയ സൂചന പൗലോസ് അവിടെ തരുന്നുണ്ട്. എബ്രായ ലേഖനം അറിവുള്ള വാക്യമെങ്കിലും വായിച്ചോ. 10:26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പാനുള്ള ക്രോധാഗ്നിയുമേ ഉള്ളൂ. മോശയുടെ ന്യായപ്രമാണം അനുസരിക്കാതെ വന്ന 9-ാം അധ്യായത്തിന്റെ 26 വായിച്ചേ. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. അപ്പോൾ ആദ്യത്തെ പ്രത്യക്ഷത അവൻ മുഴുലോകത്തിന്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ അത് വരുത്തി അവിടുന്ന് തിരുവെടുത്ത് കൊരിന്ത്യലേഖനം 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 2, 3, 4 വാക്യത്തിന്റെ വെളിച്ചത്തിൽ അവൻ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തു തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജനിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവൻ മരിച്ച്, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർത്തു. ഇത് അമ്മുമ്മ കഥയും കെട്ടുകഥയും ഊകാപോകതോ ഉമ്മാക്കി കഥയൊന്നുമല്ല. ഇത് നടന്ന കാര്യമാണ്.
പ്രൈസ് ദി ലോർഡ്. തിരുവെടുത്ത് പറഞ്ഞതുപോലെ അവിടെ നീ ഭൂമിയിൽ ജനിച്ചത്. ജനിക്കുന്നതിന് എത്രയോ കൊല്ലം മുമ്പ് പറഞ്ഞ് എനിക്ക് വന്ന് കൃത്യം സ്ഥലം പറഞ്ഞ് കൃത്യം സ്ഥലത്താ നമ്മൾ എനിക്ക് വന്ന് പറഞ്ഞെടുത്തൊന്നും സ്തോത്രം. ആശുപത്രി എനിക്ക് വന്ന ഓർത്തത്, പക്ഷെ വേറെ ആശുപത്രിയിലാ പോയി ജനിച്ചത്. അത് ജനിക്കേണ്ട സമയത്തുമല്ല. ചെല്ലുപടത്തിലെ കുഞ്ഞ് പിന്നെ 7-ാം മാസം. ഞാനും നിങ്ങളും എല്ലാം കണക്ക് തെറ്റിയായി ജനിച്ചത്. കൃത്യത്തിന് ഒരുവനേ ഉള്ളൂ, യേശു ക്രിസ്തു മാത്രം. നമ്മളെല്ലാം കണക്ക് തെറ്റി ജനിച്ചത് കൊണ്ടാണ് നമ്മുടെ ഇരിപ്പും നോട്ടം കാണും പറയും അതെല്ലാം പിശകി ജനിച്ചതാണ്. പിന്നെ ആ മുഖവും ഇരിപ്പും പരുവക്കേടും കാണും. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എല്ലാം കണക്ക് തെറ്റി ജനിച്ചതാണ്. ആദ്യം എന്നെ നോക്ക്. കൃത്യത്തിന് വല്ലതും ജനിക്കായിരുന്നു ഇങ്ങനെ നിൽക്കുവോ? സ്തോത്രം. ഞാൻ നിങ്ങളുമെല്ലാം കണക്ക് തെറ്റി പറന്നവരാ. എന്ന കൃത്യത്തിന് പറന്ന ഒരുവനേ ഉള്ളൂ, ക്രിസ്തു. സ്തോത്രം. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. കന്യകാസുതനായി തരയിൽ വന്നുദിച്ച ധന്യനിമാനുബൽ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ആദിയിൽ പറുദീസിൽ നാഥൻ വാക്കു ചൊന്ന നാരികിൻ സന്തതി ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ഇവനെ 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 ക്രിസ്തേശുരേ രക്ഷകൻ ഇവൻ താനേ. ഇത് തിരുവെടുത്ത് പറഞ്ഞതുപോലെ ആ ക്രിസ്തു ജനിച്ചത് ഇന്ന സ്ഥലത്ത് ജനിക്കു പറഞ്ഞു. സൂക്ഷ അവിടെ ജനിച്ചു. കന്നിപ്രസംഗം ഇന്ന സ്ഥലത്താണ് പറഞ്ഞു. സൂക്ഷ അവിടെ കന്നിപ്രസംഗം. ഇരുട്ടിൽ നിന്ന് ജനം വലിയൊരു വെളിച്ചം കണ്ടു. യെശയ്യാ 9. സൂക്ഷം കന്നിപ്രസംഗം അവിടെ. അല്ല ഏറ്റേച്ച് വേറെ സ്ഥലത്ത് പോയി പ്രസംഗിക്കല്ലായിരുന്നു. സൂക്ഷം മിക്കവാറും ഇന്ന് അങ്ങനെ സംഭവിച്ചേനമായിരുന്നു. സ്തോത്രം. എന്ന കർത്താവ് അങ്ങനല്ല. അവിടുത്തെ ആദ്യത്തെ കന്നിപ്രസംഗം ഇന്ന സ്ഥലത്താണ്. സൂക്ഷം അവിടെ വന്ന് പ്രസംഗിച്ചു. ആദ്യത്തെ അത്ഭുതം ഇന്നടത്ത് നടത്തുമെന്ന് മുന്നേ അറിയിച്ചതാ. സൂക്ഷം കാനാവിൽ. അത് ഉൽപ്പത്തി 49:20 പ്രവചനം നിറവേറിയത് ആശേറിനോടുള്ള ബന്ധത്തിൽ. സൂക്ഷം അവിടെ തന്നെ. ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. എല്ലാം തിരുവെടുത്ത് പറഞ്ഞതുപോലെ. ദൂതൻ വന്ന് പറഞ്ഞു ഒരു കാര്യം, ഓസപ്പെ കൊച്ചിനെ എടുത്തോണ്ട് ഓടിക്കോളാൻ പറഞ്ഞു. എങ്ങോട്ട്? സ്തോത്രം. ഓടിക്കോ, ഇവിടെ നിൽക്കരുതെന്ന് പറഞ്ഞു. ഹരോദാവ് കൊച്ചുങ്ങളെ കൊല്ലാൻ. സ്തോത്രം. മിസ്രയീമിൽ ഞാൻ എൻ്റെ മകനെ വിളിച്ചു വരുത്തി. അത് കൃത്യം അതുപോലെ നിറവേറി. അത് കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രശ്നം. അന്നാലും നസറേത്തിൽ പോയി താമസിച്ചു. അവൻ നസറായനെന്ന് അറിയപ്പെടാം. എല്ലാം തിരുവെടുത്ത് പറഞ്ഞതുപോലെ. അറിയാവില്ല, നിങ്ങളോട് ആ ഭാഗമൊന്നും പറയണ്ട. എല്ലാം തിരുവെടുത്ത്. ഊഹാഭോഗം കെട്ടുകഥയൊന്നുമല്ല. അവിടുന്ന് തിരുവെടുത്ത് പറഞ്ഞതുപോലെ തിരുപ്പറവി, തിരുവെടുത്ത് പറഞ്ഞതുപോലെ യാത്ര, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ജീവിതം, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ശുശ്രൂഷ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ കഷ്ടാനുഭവങ്ങൾ, തിരുവെടുത്ത് പറഞ്ഞതുപോലെ അടക്കം, തിരുവെടുത്ത് പറഞ്ഞതുപോലെ ഉയർപ്പ്. ഇന്നും തിരുവെടുത്ത് പറഞ്ഞതുപോലെ നമുക്ക് വേണ്ടി മധ്യസ്ഥത ഇണയ്ക്കുന്നു. അങ്ങനെയെങ്കിൽ തിരുവെടുത്ത് പറയുന്നത് പോലെ അവിടുന്ന് തിരിച്ചു വരും. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ പ്രത്യാശ. ആ പ്രത്യാശയ്ക്ക് ആ പൗലോസ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഭാഗ്യകരമായ പ്രത്യാശ. ഈ പ്രത്യാശ ഇതര വ്യക്തികൾക്കില്ല. ഇത് വേർപെട്ട ദൈവമക്കൾക്കാ. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. ആ പ്രത്യക്ഷത രണ്ടാം വരവിന്റെ 1-ാം ഭാഗമാണ് നമ്മുടെ പ്രതീക്ഷ. രണ്ടാമത്തെ വരവിന്റെ
അതിന് മേഘപ്രത്യക്ഷത എന്നുള്ള പ്രയോഗമൊക്കെ സാധാരണ കൊടുക്കുന്നത്, നിങ്ങൾക്ക് ഭാഗം അറിയാം. അതാണ് നമ്മുടെ പ്രതീക്ഷ. യേശു ക്രിസ്തു വീണ്ടും പ്രത്യക്ഷപ്പെടാൻ പോവുക. അതെന്തിന്? തിരുസഭയെ ചേർക്കാൻ. ദൈവത്തിന് മകൻ, അതാണ് നമ്മുടെ പ്രത്യാശ. ആട്ടെ, മുമ്പോട്ട് ഓടിച്ചു പോകാം. ദൈവത്തിന് സ്തോത്രം. എപ്പോഴാണ് അവിടുന്ന് പ്രത്യക്ഷപ്പെടുന്നത്? എപ്പോൾ പ്രത്യക്ഷപ്പെടും? കൃത്യമായ സമയമൊന്നും പറഞ്ഞിട്ടില്ല. മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിലാണെങ്കിലും മത്തായി 24 മർക്കോസും ഒക്കെ ചേർത്ത് പഠിക്കുമ്പോൾ ആമേൻ അതിന് ടൈം ഒന്നും പറഞ്ഞിട്ടില്ല. നിനയാത്ത നാഴികയിലാണ് വരുന്നത്. പക്ഷെ കർത്താവ് തന്നെ ഒലിവുമലയിൽ ശിഷ്യന്മാരുമൊക്കെ ആയിട്ടിരിക്കുമ്പോൾ ശിഷ്യവൃന്ദങ്ങൾ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് നിന്റെ വരവിൽ ലോകാവസാനത്തിനും അടയാളം. അപ്പൊ കർത്താവ് മഹത്വ പ്രത്യക്ഷതയോട് ബന്ധത്തിലാണെങ്കിലും പറഞ്ഞ ഒരു കാര്യം ഞാൻ മിക്കപ്പോഴും പറയാനുണ്ട്, നോഹയുടെ കാലം പോലാണ്. ആ നോഹയുടെ കാലത്തെ ഒരു പ്രത്യേകത എല്ലാവരും ബോധിച്ച പോലെ നടക്കുക. ഉൽപ്പത്തി 6-ാം അധ്യായത്തിൽ അങ്ങനല്ലയോ? ഒന്ന് വായിച്ച ഉൽപ്പത്തി പുസ്തകം, നമുക്ക് അറിവുള്ള വാക്യമായെങ്കിലും ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. മനുഷ്യൻ ഭൂമിയിൽ പെരുകി തുടങ്ങി. അവർക്ക് പുത്രിമാർ ജനിച്ചപ്പോൾ ദൈവത്തിന്റെ പുത്രന്മാർ മനുഷ്യരുടെ പുത്രിമാരെ സൗന്ദര്യമുള്ളവരെന്ന് കണ്ടിട്ട് തങ്ങൾക്ക് ബോധിച്ച ഏവരെയും ഭാര്യമാരെ എടുത്തു. അപ്പൊ ഈ ഭാര്യമാരായിട്ട് തെരഞ്ഞെടുക്കുക, കുടുംബജീവിതം നയിക്കുക, അത് ദൈവകൃപ കണ്ട് തെരഞ്ഞെടുത്തെന്നല്ല, പിന്നെയോ ബോധിച്ചു പോലെ സൗന്ദര്യം കണ്ട് തെരഞ്ഞെടുത്തുന്ന. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പെല്ലാം അങ്ങനെ കാശും സൗന്ദര്യവും ഒക്കെ കണ്ട വിദ്യാഭ്യാസം, അത് തെറ്റാന്നല്ല, സൗന്ദര്യം നല്ലതാ, വിദ്യാഭ്യാസം നല്ലതാ, പൈസയൊക്കെ അത്യാവശ്യം. പക്ഷേ എല്ലാറ്റിലുപരി ദൈവകൃപയാ വിഷയം. ദൈവകൃപയാ വിഷയം. നിങ്ങൾ വചനത്തിലൊക്കെ തിട്ടമുള്ളവർ, അതുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കണ്ടെങ്കിലും ആ ഭാഗം നിങ്ങൾക്കറിയാം. യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധം ഉണ്ടായെന്ന എന്ന് പറഞ്ഞ യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാബിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. ഇത് ദൈവകൃപ നോക്കി കെട്ടിച്ചതല്ല, കാശ് നോക്കി കെട്ടിച്ചതാ. ആ 18-ാം അധ്യായത്തിന്റെ 1-2 വായിച്ച്. ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 18-ാം അധ്യായത്തിന്റെ 1-2. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഹാബിനോട് സംബന്ധം കൂടിയെന്ന എന്ന് പറഞ്ഞാൽ ഇത് വചനം ധ്യാനിക്കുന്നവർക്ക് ഈ ഭാഗം കുറച്ചുകൂടെ ബോധ്യപ്പെടും. പുതുതായിട്ട് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായില്ലെന്ന് വരും. യഹോശാഫാത്തിന് ധനവും മാനവും വളരെ ഉണ്ടായിരുന്നു. അവൻ ആഗാവുമായിട്ട് സംബന്ധം കൂടി എന്ന് പറഞ്ഞ യഹോശാഫാത്തിന്റെ മോൻ യഹോരാമിനെ കൊണ്ട് ആഗാബിന്റെ മോൾ അദല്യായെ കെട്ടിച്ചു. ഇത് ദൈവകൃപ നോക്കി വിവാഹം ബന്ധത്തിൽ ഏർപ്പെട്ടതല്ല, കാശാ വിഷയം. കാശും പൊസിഷനും. കാരണം രണ്ടും റോയൽ ഫാമിലി. ഒന്ന് ആഹാബിന്റെ കുടുംബം, ഇപ്പൊ യഹോശാഫാത്തിന്റെ കുടുംബം. ഫാമിലി നല്ലതാ. നമ്മൾ പറയുന്നത് നല്ല സെറ്റപ്പാണ്, നല്ല സെറ്റപ്പാ ഫാമിലി സെറ്റപ്പ്. പിന്നെ രണ്ടും അറിയാമല്ലോ, രണ്ട് പ്രഗത്ഭരായ 2 പേരുടെ മക്കള്. ഈ കല്യാണം ദൈവഹിതമല്ല, ഇത് കാശും പുത്തനെ നോക്കി കെട്ടിച്ചതാ. ഞാൻ കഴിഞ്ഞ ദിവസവും പ്രസംഗിച്ചു പറഞ്ഞ, പണ്ടൊക്കെ പെന്തിക്കോസുകാരാന്നല്ല നമ്മള്, പെന്തിക്കോസുകാർ കല്യാണം ആലോചിക്കുമ്പോൾ ഒത്തിരി കാര്യം ചോദിക്കും. രക്ഷിക്കപ്പെട്ടതാണോ? അയ്യോ പിന്നെ. ഉറപ്പിക്കത്തില്ല. സ്നാനപ്പെട്ടതാണോ? അയ്യോ പിന്നെ. കല്ലടയാറ്റില്ല അവനെ മുക്കിയത്. അപ്പൊ അതിനകത്ത് പാലത്തെ വരെ ആൾക്കാർ ഞാൻ കിടക്കുകയായിരുന്നു അവന്റെ. എന്നാലും ഉറപ്പിക്കത്തില്ല. അവൻ അഭിഷേകം പ്രാപിച്ചാന്നോ? അതോ എല്ലാവരും ആത്മാവിലാകുമ്പോൾ അവൻ വേണ്ടെന്ന് പറഞ്ഞിരിക്കുകയാന്നോ? അവൻ അഭിഷേകം പ്രാപിച്ചാ? അയ്യോ അവൻ്റെ അടുത്ത് പോലും ഇരിക്കാൻ മേല അത്രയ്ക്ക്. പിന്നെ പണ്ടൊക്കെ അങ്ങനെ. അടുത്ത ചോദ്യം, അവൻ സഭായത്തിന് വരുമോ? കാരണം പ്രാപിച്ചാലും ഇങ്ങോട്ട് വരികയല്ല, എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക, പ്രാപിച്ച് അവിടെ തന്നെ ഇരുന്ന് കുലുങ്ങുക. ഇപ്പം ഈ കോവിഡ് വന്നതിൻ്റെ ചില നിയമങ്ങൾ ഗവൺമെൻറ് ചെയ്തു, അത് നല്ലത്. പക്ഷെ ഇപ്പം അതൊരു നല്ല താരിപ്പാക്കി പലരും കണ്ടിരിക്കുക. ഹോളിലോട്ട് വരാൻ മേല, ഒറ്റ കല്യാണം വിടുകയില്ല, പക്ഷെ സഭാകോളി കയറുകയില്ല. ഞാൻ പലരെ ശ്രദ്ധിക്കും, സഭായത്തിന് വരത്ത തള്ള എവിടെ നിന്ന് ഐസ്ക്രീം തിന്നുന്നു. അവർക്ക് വയ്യ, ഡെസ്കെ പിടിച്ചോണ്ടാവരണം. ഞാൻ തമാശ പറഞ്ഞാൽ എൻ്റെ കണ്ണിന് കണ്ടതാ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, സഭായത്തിനൊന്നും ഇപ്പോൾ വയ്യ, കോവിഡ് അല്ലയോ? തമാശയായിട്ട് ചിരിക്കാൻ പറഞ്ഞതല്ല, കണ്ണിന് കണ്ട കാര്യമാണ്. പള്ളി മാത്രം വരാൻ, അതിന് പള്ളി കോവിഡ്, കല്യാണത്തിനോ ഒരു കോവിഡും. നിന്നെ ദൈവം കീറും. ഇനി എന്നാ കീറാനാ? സ്തോത്ര. പിന്നെ വേറൊരു മറുവശമുണ്ട്. ഈ മിക്ക പള്ളിയിൽ ഇപ്പം ചെല്ലുന്നതും അസ്വസ്ഥത, അതിനകത്ത് മുഴുവൻ ബഹളവും വഴക്കും പിടുത്തവുക. പിന്നെ ആൾക്കാരൊക്കെ വെറുതെ അവിടെ പോയി തല്ലുകൊള്ളുന്നതല്ലേ നല്ലത്. കുടുംബത്തിരുന്നാൽ തല്ലുകൊള്ളുകയല്ലോ. അല്ല, മറുവശവും
എന്നാൽ ഒരു കാര്യം, ആരാധനയും പ്രാർത്ഥനയും വചന ശുശ്രൂഷയും കൂട്ടായ്മകളിലെടുത്ത് മുടക്കരുത്. ചെന്ന് സംബന്ധിച്ചോണം. പ്രൈസ് ദി ലോർഡ്. അത് മുടക്കരുത്. അപ്പൊ ഇവിടെ ആ ഭാഗം ഈ യഹോശാഫാത്തുമായിട്ട് സംബന്ധം. അപ്പൊ ഈ കല്യാണം ആലോചിക്കുമ്പോൾ അങ്ങനെ അവൻ അഭിഷേകം പ്രാപിച്ചായിരുന്നു. പിന്നെ സഭായത്തിന് വരുമോ? യോ, അവനാ സഭാകൾ തുറക്കുകയും പൂട്ടുകയും ചെയ്ത്. രണ്ടാമത് പറഞ്ഞവർ മിക്കടുത്തും ഉണ്ടേതാ, അവർ പൂട്ടിയേച്ച് പോയി. മറ്റേ ഗ്രൂപ്പുകാർ പുതിയതാഴ് അത് തല്ലിപ്പറിച്ചേച്ച് പുതിയതായിട്ട് അവന് സംഘം പിന്നെ വന്ന പെടാതെ പുതിയതാണ്. ഇവൻ ഇത് അടിച്ചു പറിച്ച് അവസാനം ദൂതന്മാർ വരേണ്ട സ്ഥലത്ത് പോലീസ് എല്ലാം കൂടെ വന്ന് നിങ്ങൾ 8 മുതൽ 10 വരെ കയറിയാട്ടെ. പോലീസ് തോക്കുമായിട്ട് അവിടെ നിൽക്കുക. വല്ല കാര്യമുള്ള കാര്യം. എന്നിട്ട് പാസ്റ്റർ പറ, കർത്താവേ ദൂതന്മാർ കുനിഞ്ഞു നോക്കുന്ന ആരാ? കുനിഞ്ഞു നോക്കുന്ന പോലീസ് ആടാ. നീ അവിടെ നിന്ന് വല്ല വിക്രിയ കാണിക്കുന്നുണ്ടെന്ന് അവന്മാരവിടെ കുനിഞ്ഞു നോക്കുന്നു. അത് നിങ്ങൾക്ക് ഇടയ്ക്ക് നാരങ്ങാ വെള്ളം കൊണ്ട് കൊടുക്കണം. വരുന്ന മെനക്കേടെന്തല്ലാന്ന് ഓർത്തോണം. ആട്ടെ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. പണ്ടൊക്കെ ഇത് ചോദിക്കും, അവനെ സഭായത്തിന് വരുമോ? അന്നേരം പറഞ്ഞത്, അയ്യോ അവൻ സഭായത്തിന് അവൻ ആ ഹോള് വന്ന് തുറക്കുകയും അത് കഴിഞ്ഞെല്ലാം ക്രമീകരിച്ച് പൂട്ടുകയൊക്കെ ചെയ്യുന്നു. ഉടനെ ചോദിക്കും, ആട്ടെ അവൻ കർത്തൃമേശ എടുക്കുമോ? തിരുമേശ. പണ്ടൊക്കെ അത് ചോദിക്കും. ഞാൻ പെന്തിക്കോസുകാരോടൊരു കാര്യം പറയാം, വിശേഷിച്ച് ശുശ്രൂഷകന്മാരോടും എന്നെ കേൾക്കുന്നവരോട്. ദൈവസഭയ്ക്കകത്ത് തിരുമേശ എടുക്കാൻ പ്രാഗപ്പില്ല ഇല്ലാത്തവൻ ഒരു അഭിപ്രായവും പറയരുത്. എല്ലാ ആഴ്ചയിലും തിരുമേശ നടത്തുന്നതാ ശരിയായ ആരാധന. ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ക്ലാസ്സിന് ഇരുന്നിട്ടില്ലെങ്കിലും വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിലും IPCയുടെ അഭിമാനമായിരുന്നല്ലോ മൺമറഞ്ഞ TG ഉമ്മച്ചനപ്പച്ചൻ അവർകൾ. അദ്ദേഹത്തിന്റെ അടിസ്ഥാന വേദോപദേശമൊക്കെ കേട്ടിട്ടുള്ളവരായി ഇവിടെ ഇരിക്കുന്ന പലരും സണ്ണിച്ചാനൊക്കെ അനുഭവിച്ചിട്ടുള്ളവരാ. തിരുമേശയില്ലാത്ത ആരാധനയല്ല. സ്തോത്രം. ഇത് മാസത്തിൽ 1, 2 മാസം കൂടുമ്പം എന്നെ ചന്ദ്രൻ ഉദിക്കാന്ന്. അപ്പൊ ഇത് എല്ലാ ആഴ്ചയിലും നടത്തണം കുറഞ്ഞ പക്ഷം. അങ്ങനെ ഇത് നടത്തുമ്പോൾ അതിൽ പ്രാഗൽഭ്യത്തോടെ എടുക്കാൻ ഒക്കാത്തവരുണ്ടല്ലോ, അതിന് അഭിപ്രായം ഒന്നും പറയരുത്. ഇവിടെ ഇരുന്നോണം. ഇത് അഭിഷേകം പ്രാപിച്ചില്ല, തിരുമേശ എടുക്കല, അവനാ നിയന്ത്രിക്കുന്നത്. ഇതെല്ലാം ഗുണ്ടകളുടെ കയ്യിലായെന്ന് മിക്കതും. സ്തോത്രം. പാടില്ല. ഇത് കർക്കശ ഉപദേശമാ. അപ്പൊ ശ്രദ്ധിക്കുക, തിരുമേശ പ്രാഗൽഭ്യത്തോടെ എടുക്കണം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. തിരുമേശ എടുക്കണം. അപ്പൊ പണ്ടങ്ങനെ ചോദിക്കാം, അവൻ തിരുമേശ എടുക്കുവോ? കല്യാണം ഉറപ്പിക്കണേ അങ്ങനെയൊക്കെ ചോദിക്കും. രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, സഭായത്തിന് വരുവോ, തിരുമേശ എടുക്കുവോ? പിന്നെ പഴയ അപ്പന്മാരും ഒരൊക്കെ ഒരു ചോദ്യം കൊണ്ട് ചോദിക്കും, അവൻ ദശാംശം കൊടുക്കുവോ എന്ന് ചോദിക്കും. അതും ചോദിക്കും പണ്ട്. അപ്പം ചെല്ല് പറയോ, ദശാംശമല്ല, അവൻ ഗലാത്യർ 6:6 അടിസ്ഥാനം. ഓഹരി കൊടുക്കുന്നവന് ദശാംശം പഴയ പ്രമാണമില്ലേ? ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ആലോചിക്കാം. അങ്ങനെയൊക്കെയാ പണ്ട്. ഇപ്പോഴൊന്നും അങ്ങനല്ല. ഇപ്പൊ ചോദിക്കുന്നത് എങ്ങനെയുണ്ട് സെറ്റപ്പ്? അവന് നല്ല സെറ്റപ്പ്. എങ്ങനെയുണ്ട് ചുറ്റുപാട്? അയ്യോ ചുറ്റും പാടാ. ഷർട്ട് ഊരി അവന്റെ ചുറ്റും പാടാ. കാരണം സൽസ്വഭാവം കണ്ട് നാട്ടുകാരെല്ലാം കയറി പെരുക്കിയേച്ച് ചുറ്റുപാട്. കുറുവടിക്ക് അടിച്ചതും അലവാങ്കിന് താങ്ങിയതും ഇഷ്ടേക്ക് എറിഞ്ഞതും എല്ലാം ചുറ്റും പാടാ. ഷർട്ട് ഊരരുതെന്ന് ചുറ്റുപാട്. മനസ്സിലാകുന്നുണ്ടാവല്ലോ. ഒടുവിൽ പിന്നെ കാര്യങ്ങളെല്ലാം നമുക്ക് ഇഷ്ടപ്പെടുന്ന പറയാം, കുഴപ്പമില്ല, ഇവള് ചെല്ലുമ്പോൾ അവൻ അങ്ങ് ശരിയായിക്കോളും. അവള് ശരിയല്ലല്ലോ, പിന്നെ എങ്ങനെ അവൻ ശരിയാകുന്നത്? കുഴയല്ലേ, മിക്കതും കിടന്ന് കുഴയല്ലേ. നീ പണവും പ്രതാപവും ഇതൊക്കെ അനുസരിച്ച് പോകുന്നതായി കിടന്ന് കുഴയുന്നത്. ദൈവസന്നിധി മുട്ടയിലിരിക്കേ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ശരിക്കും മുട്ടയിലിന്ന് പ്രാർത്ഥിര്. കാശ് അല്പം കുറഞ്ഞാലും കഴിവ് അല്പം കുറഞ്ഞാലും, എന്താ പിള്ളേരുടെ ഭാഷ പറഞ്ഞ എന്തുവാ, ഗ്ലാമർ, അവർ ഇംഗ്ലീഷ് ഇരിക്കട്ടെ. ഗ്ലാമർ എന്ന് തെറ്റിയോ? ഇല്ലല്ലോ. ഗ്ലാമർ അല്പം കുറഞ്ഞാലും പ്രാർത്ഥിക്കുന്ന ഒരെണ്ണം നിന്റെ വീട്ടിൽ വന്നാൽ, ആരാധിക്കുന്ന ഒരെണ്ണം നിന്റെ വീട്ടിൽ വന്നാൽ, സ്തോത്രം ചെയ്യുന്ന ഒരെണ്ണം നിന്റെ വീട്ടിൽ വന്നാൽ, നിന്റെ ഭവനത്തിന്റെ മുഖഛായ മാറും. പ്രൈസ് ദി ലോർഡ്.
ഒത്തിരി പ്രശ്നങ്ങളാണ്. അത് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ യഹോശാഫാത്ത് ആഗാവുമായിട്ട് സംബന്ധമുണ്ടായി. സംബന്ധം മുറുകി. ബന്ധുക്കാരനെ കാണാൻ ചെന്ന്, ഞാൻ ഭാഗം കൺവെൻഷൻ ആയതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല. സംഭവിച്ചതറിയാം. അവസാനം ബന്ധുക്കാരനും കൂടെ ബിസിനസ് നടത്തി. ബിസിനസ് വേറെ ബിസിനസ്, ഗോൾഡിന്റെ ബിസിനസ്. ഗോൾഡിന്റെ ബിസിനസ്. ആ ഗോൾഡ് അങ്ങോട്ടും ഇങ്ങോട്ടും കടത്താൻ വേണ്ടി കപ്പലുണ്ടാക്കി. കപ്പല് ആ കപ്പല് ഈ ആവശ്യമില്ലാത്ത ബിസിനസ്സും ഗോൾഡിന്റെ ബിസിനസ് തമ്പുരാൻ ആ കപ്പല് പപ്പടം പോലെ അടിച്ചങ്ങ് പൊടിച്ചു. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ വായിക്കുന്നത്, അവൻ കിഴക്കൻ കാറ്റ് കൊണ്ട് തർശീശ് കപ്പലുകളെ അടിച്ചുടച്ചു. ഇത് ഇവരുടെ ബിസിനസ്സിനുള്ള കപ്പലാ. തർശീശിലേക്ക് പോകാൻ കപ്പലുണ്ടാക്കി. ആവശ്യമില്ലാത്ത ബിസിനസ്. ഞാനീ പറയുന്നതല്ല, കൂടുതലും പെന്തിക്കോസുകാരുടെ കൂടെ കൂടിയാണ് ചില കാര്യങ്ങൾ. ദൈവവചനത്തിന് നിരക്കാത്തൊരു ബിസിനസ്സിൽ നീ പോയി ഇടപെടരുത്. ഇടയ്ക്കുണ്ടായിരുന്നു. ഇപ്പൊ ഞാനത് സന്ദർഭം വന്നുകൊണ്ട് പറയാം, അതിന് എനിക്ക് അതിന് പറയാനൊന്നും അറിയാൻ മേല. പാസ്റ്റർമാരുടെക്കലും ഒക്കെ വരുമായിരുന്നു. 4-5 പാസ്റ്റർമാരൊക്കെ ചേരുകയും ചെയ്തു. അത് എനിക്ക് എൻ്റെ പേരൊന്നും അറിയാൻ മേല. ഞാനിവിടെ ഒരു വീട്ടിൽ ഇരിക്കുമ്പോഴാണ് അച്ചായനിപ്പം 4000 രൂപ അടയ്ക്കണം. അടയ്ക്കുമ്പോൾ ഇത്രയും സാധനം അച്ചായന് അതിന് എന്തുവാ മണി ചെയിൻ. ഉപദേശമാര് വരെ രംഗത്തിറങ്ങി. അത് പറഞ്ഞത് നന്നായി. മണി ചെയിൻ അല്ലേ? മണി ചെയിൻ. നെറ്റ്വർക്ക് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരണം. എനിക്ക് തിട്ടവില്ല ഇതിനെ പറ്റി. സ്തോത്രം. അല്ല, 4000 രൂപ അച്ചാൻ അങ്ങോട്ട് അടയ്ക്കുമ്പോ ഈ സോപ്പ്, ഈ പേസ്റ്റ്, ഈ ബ്രഷ്, ചീപ്പ്, പിന്നെ സ്പ്രേ, ഇതെല്ലാം അച്ചാന്. അവൻ അച്ചാൻ ഇവിടെ ഇരുന്ന് ഒരാളെ ചേർക്കണം. അപ്പൊ ചേർക്കുമ്പോ അവൻ പോയി വേറെ 2 പേരെ ചേർക്കും. ആ 2 പേര്, രണ്ടും ആദ്യത്തുള്ള 3 പേര് പോയി വേറെ ഒരു 6 പേരെ ചേർക്കുക. അപ്പൊ 6 3 9, പിന്നെ അങ്ങ് ചേർക്കുക. അപ്പൊ അങ്ങനെ ചേർത്ത് കഴിയുമ്പോൾ അച്ചായൻ ഈ കസാര ഇരുന്നാൽ മതി. അച്ചായന്റെ അക്കൗണ്ടിൽ എടാ പുസ്തകം പഠിപ്പിക്കുന്ന താനിടാത്ത മൊട്ടമേ പൊരുന്നിരിക്കുന്ന തിത്തിരിപ്പക്ഷി ചുമ്മാ ഇരുന്ന് കാശുണ്ടാക്കാൻ നോക്കുക. ഞങ്ങളുടെ ഒരു അച്ചായനുണ്ടായിരുന്നു, മിടുക്കനായിരുന്നു, നല്ല കൂർമ്മബുദ്ധിക്ക്. എനിക്ക് പ്രായമുള്ളവരൊത്തിരി കൂട്ടുണ്ട്. നമ്മുടെ പരുവം അങ്ങനെയൊക്കെ തന്നെ. അത് അങ്ങനെ അവരുടെ കൂടെ കൂടുതൽ ഇടപെടുന്നതുകൊണ്ടായിരിക്കാം. പക്ഷെ അത് ഗുണമാണ്. അപ്പം പുള്ളിയുടെയൊക്കെ ഞാനും ഇരിപ്പുണ്ട്. പുള്ളിയുടെയൊക്കെ വന്ന് പറഞ്ഞു ഇന്നതുപോലെ. പുള്ളി പറഞ്ഞ നല്ല അഭിപ്രായമാണ്. അതുകൊണ്ട് ചോദിച്ചു, അച്ചാൻ ഇവിടെ ഇരുന്നാൽ മതി, അച്ചാൻ്റെ അക്കൗണ്ടിൽ ഇങ്ങനെ. അപ്പോൾ അച്ചാൻ ചോദിച്ചു, ഇപ്പം എന്നാ ചെയ്യണം? ഇപ്പം അച്ചാൻ്റെ 4000 രൂപ തന്നെ. അടുത്ത മാസം അച്ചായൻ്റെ അക്കൗണ്ടിൽ 10000 വരും. അപ്പം അച്ഛൻ സത്യമാ. അപ്പം ഇപ്പം ഞാൻ 4000 തരുമ്പോൾ എങ്ങനെ അച്ചായൻ ഇപ്പം 4000 തരുമ്പോൾ ഈ സാധനങ്ങളെല്ലാം അച്ചായൻ ഉടനെ അച്ചായൻ പറഞ്ഞു, രായമോ ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കാൻ. ഭാര്യ രായമോ ഇതെല്ലാം എടുത്ത് അകത്ത് വെക്കാൻ. അപ്പൊ വന്നവന് മനസ്സിലായി അച്ചായൻ ഇത് എടുക്കുക, സാധനം എല്ലാം എടുത്ത് അകത്ത് വെപ്പിക്കല്ലേ. അപ്പൊ അച്ചായൻ ചോദിച്ചു, അപ്പൊ എനിക്ക് അടുത്ത മാസം 10000 വരുമോ? പിന്നെ ഉറപ്പാ. ഞാൻ രാവിലെ ഒരു 12 പേരെ ചേർത്തച്ചാ വരുന്നത്. അപ്പം 11, 12, 12, 24, 13, 30, 14, 48, 19,000 രൂപ അവൻ്റെ കയ്യിൽ. ഉടനെ അച്ചായൻ്റെ ഡയലോഗ്. അച്ചാൻ നല്ല അച്ചായനാണ്. അച്ചാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, ബ്രദർ ഒരു കാര്യം ചെയ്യേ, 10000 എനിക്ക് അടുത്ത മാസം വരുമോ? വരും, ഉറപ്പായിട്ട് വരും. ഒരു കാര്യം ചെയ്യ്, എൻ്റെ കയ്യിൽ ഇപ്പം കാശില്ല, ബ്രദറിൻ്റെ കയ്യിൽ നിന്ന് 4000 എടുത്ത് കൊടുത്തേച്ച് അടുത്ത മാസം 10000 വരുമ്പം ആ 4000 എടുത്തേച്ച് 6 ഇട്ടാൽ മതി. അങ്ങനുണ്ട്. ഇടുകയെന്ന് പറയാൻ പറ്റുമോ? കിട്ടുകയെന്ന് പറയാൻ പറ്റും. വെട്ടിനകത്തായി. ആവശ്യമില്ലാത്ത ബിസിനസ്, മണി ചെയിന് ഒന്നും പാടില്ല ദൈവമക്കൾക്ക്. സ്തോത്രം. നിന്നെ നടത്തുന്നത് ദൈവമാ. സൂത്രവിദ്യ ഒന്നും ഇതിനകത്ത് എടുക്കരുത്. ഇതിനകത്ത് സൂത്രം ഒന്നും പാടില്ല. നിന്നെ പുലർത്താൻ ദൈവം വിശ്വസ്തനാണെന്ന്. എത്ര എണ്ണമാണ് ഇതിനകത്ത് കിടന്ന് പെട്ട് കിടക്കുന്നത്. എനിക്കറിയാം ചില പാസ്റ്റർമാർ. എന്നോട് ഒരിക്കൽ ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ എനിക്ക്
ഇപ്പം അതിനോട് അങ്ങനെ വലിയ താല്പര്യമില്ല. എനിക്ക് ആവശ്യമുള്ളതെല്ലാം പുള്ളി തരുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും കുറയാന്ന് ഞാൻ അന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരും. നന്മയും കൃപയും നിത്യവും എന്നെ പിന്തുടരും. വിണ്മയ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. വിണ്മയ വീട്ടിൽ നിത്യത മുഴുവൻ ഞാൻ വാഴും. അനുഗമിച്ചിടും ഞാൻ പരനേ പരനേ. കുരിശിൽ മരിച്ചുയർത്ത നാഥനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ. വന്നിത പാദ സേവയത അഭിലാഷം. വന്നിത പാദ സേവയത അഭിലാഷം. നിന്നിതനായി തീരുവതാനഭിമാനം. നിന്നിതനായി തീരുവതാനഭിമാനം. പരനേ കുരിശിൽ മരിച്ചുയർത്ത നാഥനേ, ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ. ഇന്നും എന്നും മാറ്റമില്ലാത്ത വല്ലഭനേ. ഈ മരുഭൂമിയിൽ നമ്മെ പുലർത്തുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ആവശ്യമില്ലാത്ത ബിസിനസ്, ബന്ധുക്കാരന്റെ ബിസിനസ് നടത്തി തർശീശയിലേക്ക് അവിടെ കപ്പലുണ്ടാക്കി. ഗോൾഡിന്റെ ബിസിനസ്. തമ്പുരാൻ കപ്പലെല്ലാം കൂടെ അടിച്ച് പൊടിച്ച് പാപ്പടം പോലെ പൊടിച്ച് കിഴക്കൻ കാറ്റടിപ്പിച്ചു. ആവശ്യമില്ലാത്ത ബിസിനസ്. ഈ കാശും പ്രതാപം നോക്കി കെട്ടിച്ചു. അവസാനം എല്ലാ വാക്യവും ഒടുപ്പിക്കുന്നില്ല. വേദപുസ്തകം പഠിക്കുന്ന കർത്തദാസന്മാർക്കറിയാം അവസാനം പറ്റി. ആർക്കും വരാതിരിക്കട്ടെ, പക്ഷെ ഭയത്തോടെ ഞാൻ പറയുക, അവസാനം സംഭവിച്ചത് ചെറുക്കന് കൊടലി ക്യാൻസർ ഉണ്ടായെന്ന. യഹോശാബാത്തിന്റെ മകൻ യഹോരാമിന് വേദ പഠിതാക്കൾ ആ ഭാഗമെല്ലാം കൂടെ പഠിച്ചേച്ച് പറയുന്ന കൊടലിൽ ക്യാൻസർ വന്ന് ഉദരം പൊട്ടി കൊടല് വെളിയിൽ ചാടി. അപ്പനൊരു കെട്ടീര് കെട്ടിച്ചതാ, മോൻ്റെ ആപ്പീസ് കൂട്ടി. ഞാനിത് ഭയത്തോടാ പറയുന്നത്, ഇത് പേടിച്ചാ പ്രശംസ. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള സകല പെന്തിക്കോസുകാരോട് ഞാൻ പറയുക, കാശ് അല്പം കുറഞ്ഞാലും പൊസിഷൻ കുറഞ്ഞാലും അരിസ്റ്റോക്രാറ്റ് ഫാമിലി അല്ലെങ്കിലും വലിയ ബിസിനസ്സും ഒന്നും ഇല്ലെങ്കിലും ദൈവകൃപയുണ്ടെങ്കിൽ അതാ നല്ലത്. ഇത് ഞാൻ ഭയത്തോടാ പറയുന്നത്. ആർക്കും ഇത് സംഭവിക്കാതിരിക്കട്ടെ. ജീവിതത്തിൽ എന്തെങ്കിലും അപാകത വന്നെങ്കിൽ ഇന്ന് രാത്രി ഏറ്റു പറ, എൻ്റെ കർത്താവെ ഇന്ന് രാത്രി സമർപ്പിക്കുക, ഇന്ന് രാത്രി ഞാൻ മടങ്ങി വരികയാ. ആവശ്യമില്ലാത്ത ബന്ധങ്ങൾ, ബിസിനസ്സുകൾ, ഇടപാടുകൾ ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇനി സംഭവിക്കരുത്. അങ്ങക്ക് ഹിതമില്ലാത്ത ഒന്നിൽ ഇടപെടുവാൻ എന്നെ അനുവദിക്കരുത്. പൗലോസ് കൊടുത്തിരിക്കുന്ന പ്രയോഗം എത്ര ശ്രേഷ്ഠമാണ്. ഇഹലോകത്തിലേക്ക് ഒന്നും നാം കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. അടുത്ത വാക്യം നിങ്ങൾ പറയണം. സ്തോത്രം. ആരാ പറഞ്ഞേ? ആരും പറഞ്ഞില്ലേ? ഇഹലോകത്തിലേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും. ഇനി സഹോദരിമാർ ഉറക്കെ പറ. ആരാന്ന് കാണുന്നുമില്ല. മതിയെന്ന് അതാരാ പറഞ്ഞേ? മതിയോ? കണ്ണാടി അത് മതി. നമ്മളെ ഈ നിങ്ങൾക്കറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ പഴയ പാട്ടേ പാടുകയുള്ളൂ കൂടുതലും.
പുതിയ പാട്ട് എല്ലാം മോശമാണെന്ന് ഞാൻ പറയത്തില്ല, ചില പാട്ടുകൾ നല്ലതുമുണ്ട്. ഈ സംഗീതത്തെപ്പറ്റി അറിവുള്ളവരൊക്കെ പറയുന്നതും എൻ്റെ അനുഭവത്തിൽ നിന്ന്, ഈ ക്രിസ്തീയ ഗാനമാണെങ്കിലും മറ്റിതര ഗാനമാണെങ്കിലും ഈ പാട്ട് അത് ആസ്വാദ്യകരമാകണമെങ്കിൽ അതിനകത്ത് എന്തുവാ സംഗീതവും സാഹിത്യവും കൂടെ ചേരുമ്പോൾ കുറച്ചുകൂടെ ആസ്വാദ്യമാണ്. സംഗീതവും സാഹിത്യം അല്ലേ പിന്നെ നമ്മൾ പറയാം എന്നാ പറയാനാന്നും പറഞ്ഞൊക്കെ പാടേണ്ടി വരും. സംഗീതവും സാഹിത്യവും അത് കുറച്ചുകൂടെ, മറ്റത് ചീത്തയാണെന്ന് ഞാൻ പറയത്തില്ല, ആസ്വാദ്യം. അപ്പൊ പഴയ പാട്ടുകള് അങ്ങനെ സംഗീതവും സാഹിത്യവും കൂടെ ചേർന്നതായതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് ഒരു 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 മനോഗുണം ഉണ്ടാകും. അപ്പൊ ആ വാക്യത്തോട് ബന്ധപ്പെട്ടൊരു പഴയ പാട്ടുണ്ട്, അത് പറയാനാ. ആ പാട്ടിന്റെ വരി ഇങ്ങനെ: ഒന്നും നമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ ഒന്നും നമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഇപ്പോൾ ഈ ശവസംസ്കാരം നടക്കുന്ന വീടുകളിൽ ചെന്നാൽ എല്ലാവരും ഒന്നും പാടത്തുമില്ല, പാട്ട് മിക്കവർക്കും അറിയത്തുമില്ല. നിങ്ങൾ എന്നോട് ഇടയരുത്, പണങ്ങരുത്. ചിലടത്ത് ചെന്നാൽ പാസ്റ്റർമാർ പോലും പാടുക. അതവരുടെ കുഴപ്പമാണെന്ന് പറയത്തില്ല, ഇതല്ലേ കോൺട്രാക്ട് ബേസ് കൊടുത്തിരിക്കുകയല്ലേ. അപ്പൊ അവരതെല്ലാം ഇപ്പോഴാണ് നമ്മൾ ചത്തൊന്ന് കൊടുത്താൽ മതി, ബാക്കി മുഴുവൻ അവര് പിന്നെ ചോദിച്ചാനന്ത് ചത്ത് കൊടുത്താൽ മതി. അവര് പെട്ടി, വണ്ടി, പാട്ട്, മൈക്ക്, സെറ്റ് എല്ലാം. ഇപ്പൊ പൊതിയും തരുന്നുണ്ടോ? ആട്ടെ, നല്ല കാര്യം. നമ്മൾ ഇതിന്റെ പുറകെ നടക്കണ്ടല്ലോ, ചുമ്മാ ഇരിക്കുമ്പോ ഒന്ന് ചത്ത് കൊടുത്താൽ മതി. ഞാൻ തമാശ പറഞ്ഞതല്ല. പിന്നെ നമ്മൾ ചെല്ലുന്ന വെച്ചാൽ നമ്മൾ പോയി ഇതെല്ലാം കേട്ടോണ്ട്. എന്നാൽ പണ്ട് കാലത്ത് അങ്ങനല്ല. ഇപ്പോഴും ചില വീടുകളിലുണ്ട്, മാതാപിതാക്കൾ മരിക്കുമ്പോൾ സാഹചര്യം കൊണ്ട് നോക്കിയാ അന്നൊക്കെ മൊബൈൽ മോർച്ചറി സിസ്റ്റം ഒന്നുമില്ലല്ലോ. അപ്പൊ ചിലപ്പം വീടുകളിലായിരിക്കും ഭൗതിക ശരീരം വെക്കുന്നത്. അതൊരു ആശ്വാസമാണ്. അപ്പൊ അതിന്റെ ചുറ്റും ദൈവദാസന്മാരും ദൈവമക്കളും ഒക്കെ ഇരുന്ന് പാട്ട് പാടും, പുസ്തകമൊക്കെ നോക്കി, ചിലക്ക് കാണാതറിയാം പുസ്തകം. അങ്ങനെ പാട്ടൊത്തിരി പഠിക്കാം. ഇപ്പം അപ്പനും അമ്മയൊന്നും മരിച്ച സാഹചര്യം കൊണ്ടായിരിക്കും. ഞാൻ എതിർക്കുന്നില്ല. നിങ്ങൾ പറയും പാസ്റ്റർ ഈ ലോകത്തിലൊന്നും അല്ലയോ ജീവിക്കുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ അതും ചോദിക്കും, അതിൻ്റെ അപ്പുറം ചോദിക്കുമെന്ന് എനിക്കറിയാം. സ്വന്തം അപ്പനും അമ്മയും മരിച്ച ഒരു രാത്രി പോലും നമ്മുടെ വീട്ടിൽ ഇതൊക്കെ അമേരിക്കയിലൊന്നും നോക്കത്തില്ല, വീട്ടിൽ പോലും കിടന്ന് മരിച്ച് അത് അതിലെ തന്നെ പോവുക, അതിലേക്കൂടെ അങ്ങ് പോവുക. എന്നാൽ നമ്മുടെ കേരളത്തിലെ രീതികൾ അനുസരിച്ചാണ് പറഞ്ഞത്. സ്വന്തം മാതാപിതാക്കൾ മരിച്ചാൽ ചിലർ സാഹചര്യം ഉണ്ടെങ്കിലും ചിലരോട് നമ്മൾ ചോദിക്കും എപ്പോഴാണ് അടക്കം? അത് രാവിലെ 9 മണിക്ക് കൊണ്ടുവരും, അടക്കമോ 11 ആകുമ്പോൾ എടുക്കും. അത്ര പോലും വെക്കാൻ തന്നെ. ഇപ്പൊ ശവസംസ്കാരത്തിന് ചെന്നാലും വചന ശുശ്രൂഷയ്ക്ക് അധികം സമയം മിക്കടത്തുമില്ല. എൻ്റെ അഭിപ്രായമാണ്, ഞാനും പ്രതിയാണ്. ആരെങ്കിലും ഒരാളൊരു നന്നായിട്ട് ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂർ ദൈവവചനം സംസാരിക്കുന്നത് നല്ലതാണ്. മരണത്തെപ്പറ്റി, മരണാനന്തര ജീവിതത്തെ പറ്റിയും. അത് ഞാനിപ്പോഴും ഓർക്കുന്ന ഒരു ശവസംസ്കാരത്തിന് പോയ നമ്മുടെ കുണ്ടറ സെൻട്രൽ പാസ്റ്റർ സംസാരിച്ചു 1 മണിക്കൂർ. ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. നമ്മുടെ പേര് വിവൈ തോമാച്ച. അത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് നന്നായിട്ട്. അദ്ദേഹം അവിടെ ഇരുന്ന സകല മനുഷ്യനും മനസ്സിലായി മരണം എന്നതാ. മരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും, രക്ഷിക്കപ്പെടാത്തവൻ എങ്ങോട്ടാ പോകുന്നത്, രക്ഷിക്കപ്പെട്ടവൻ എങ്ങോട്ട് പോകും, പോയി കഴിഞ്ഞാൽ എന്നതാ, എല്ലാം പുള്ളി നല്ല ആടിക്കടിക്കായിട്ട് പറഞ്ഞു. അങ്ങനെയുള്ള ദൈവദാസന്മാർ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്കുണ്ടല്ലോ. ഇത് ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കിയ വന്നു വരുന്നതിന് ഈ അച്ചാനെ എനിക്കറിയാം, ഈ അമ്മാമ്മേനെ എനിക്കറിയാം, ഹല്ലേലൂയ ഉണ്ട്. പിന്നെ പാസ്റ്റർമാർ പിന്നെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇനി സമയം കൂടി പോകുന്നു. 2 മിനിറ്റ്, പിന്നെ 1 മിനിറ്റ്, പിന്നെ 1/2 മിനിറ്റ്. ഒരു വാക്ക് എന്നാ ചത്തു, അങ്ങനെ ഇരുന്നേക്കണം. അതാ ഒരു വാക്ക്, ചത്തു ഇരുന്നേക്കണം, ഒരു വാക്ക്. അല്ലാന്ന് എഴുന്നേറ്റ് പറഞ്ഞ ചത്തു, അതല്ലേ ഒരു വാക്ക്. ഇതെനിക്ക് മനസ്സിലാകുന്നില്ല. അയ്യോ പറഞ്ഞതുപോലെ എനിക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യം ഉണ്ട്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് അഭിമാനമായി നന്നായിട്ട് വചനം ശുശ്രൂഷിക്കുന്ന എത്രയോ കർത്തൃദാസന്മാരുണ്ട്.
അവർക്കൊരാൾക്ക് കൊടുത്താൽ ഈ മരണ വീടുകളിലൊക്കെ പല വിഭാഗത്തിൽപ്പെട്ടവരാണ് വരുന്നത്. ഇവർക്ക് അറിയാൻ മേലാത്തവരുണ്ട്, ഇത് സംഭവം എന്നാന്ന് അറിയാൻ മേല. അപ്പോൾ അവരുടെ കാര്യം പറഞ്ഞു കൊടുക്കണ്ടേ? നല്ല കാര്യമാണ് എൻ്റെ അഭിപ്രായം. അപ്പം അതുകൊണ്ട് പറഞ്ഞു വന്നത്, പാട്ടുകളൊന്നും എല്ലാവർക്കും തിട്ടമില്ല. അപ്പം അതുകൊണ്ട് ആ പഴയ പാട്ടിൻ്റെ വരിയ ഇഹലോകത്തിലേക്ക് നാം ഒന്നും ഇവിടെ നിന്ന് ഞാനൊന്നും, ആ വരി ഒന്ന് ചേർന്ന് പാടിക്കേ. ഒന്നും നമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും, ഒന്നും നമികെ കൊണ്ടുവന്നില്ല, ഒന്നും കൂടാതെ പോകും. ഓ സമ്പാദിച്ചതു പിൻപിൽ തള്ളണം, നമ്പിക്കൂടല്ല ലോകം. സമ്പാദിച്ചതു പിന്നിൽ തള്ളണം, നമ്പിക്കൂടല്ല ലോകം. ഒരിക്കലേ വരും മരിക്കും നിർണയ, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ഒരിക്കലേ വരും മരിക്കും നിർണയം, ഒരുങ്ങെല്ലാവരും മരിപ്പാൻ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലേയും ലോകേ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശു മരിക്കുന്നില്ലേയും ലോകേ. മരണത്തിന്റെ തണുത്ത കരം വന്ന് നിന്നെ തലോടുന്നതിന് മുമ്പ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്ന് രാത്രി രക്ഷാദിവസമാ. ഈ രാത്രി സുപ്രസാദ കാലമാ. 5 പൈസ കൊടുക്കണ്ട, യേശുവിന് ഹൃദയം കൊടുക്കുക. അതുകൊണ്ട് പെന്തിക്കോസുകാരോട് പറയുക, ആവശ്യമില്ലാത്ത ബിസിനസ്, കള്ളത്തുലാസ് യഹോവയ്ക്ക് വെറുപ്പാ, ഒത്തപടി ദൈവത്തിന്. ജോലി ചെയ്യുന്നവന്റെ കൂലി മോട്ടിക്കരുത്. വീട്ടിൽ ജോലിക്ക് വന്നാൽ ഇടപാട് തീർത്തോണം, വരുന്നവന്റെ ഇടപാടല്ല. തറ തുടയ്ക്കാനും പാത്രം കഴുകാനും ഒരു സഹോദരി വന്നാൽ മാന്യമായിട്ട് ഇടപെട്ടോണം. നല്ല ഭക്ഷണം അവർക്ക് കൊടുക്കും. വീട്ടിലുണ്ടാക്കുന്നതിന് നല്ല ഭക്ഷണം അവർക്കും കൊടുക്കണം. അല്ലാതെ വളിച്ചതും പുളിച്ചതും എടുത്ത് കൊടുത്താൽ നിനക്ക് നിന്റെ കുടലിനകത്ത് ഇതൊക്കെ പറയേണ്ട കാര്യം പറയേണ്ടതാ. എനിക്ക് വന്ന് ഇതെല്ലാം പറയാനായിരിക്കും എനിക്ക് ലാസ്റ്റ് വെച്ചെന്നാ തോന്നുന്നത്. ഇരിക്കട്ടെ, നിന്റെ വീട്ടിൽ ജോലിക്ക് തറ തുടയ്ക്കാനും പാത്രം കഴുകാനും മിറ്റമടിക്കാനും വരുന്നവർക്ക് നല്ല ഭക്ഷണം കൊടുക്കണമെന്ന് കൊടുക്കണ്ടേ? നെന്മീൻ കറി വെച്ചാൽ അവർക്ക് ഒരു കഷണം എടുത്ത് കൊടുക്കണം. ആകെ ഉള്ളവല്ലാന്ന് 2 കൊടുത്തേക്കണം. 2 കൊടുക്കാനല്ല, ഇപ്പൊ 2 കൊടുക്കണമെന്ന് ഞാൻ കുറെ നാൾ കൊണ്ട്. പറമ്പിൽ ചിലപ്പോൾ കിളയ്ക്കാൻ വരുന്ന അപ്പച്ചനായിരിക്കും, കൊടുക്കണം ഭക്ഷണം, മാന്യമായിട്ട് ഇടപെടണം. സ്തോത്രം, നീതിയോടെ ജീവിക്കണം. ആ ഭാഗത്തേക്ക് ഞാൻ വരുന്നുണ്ട്. ദൈവത്തിന് മഹത്വം. ഈ ലോകത്തിൽ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകത്തില്ല. അതുകൊണ്ട് ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ നിന്റെ കാര്യം നടത്താൻ ദൈവം വിശ്വസ്തന. കോവിഡിന്റെ ആരംഭ സമയത്ത് എല്ലാവരും വലിയ പരസ്യമൊക്കെ ആയിരുന്നു, കുപ്രചരണം ഉണ്ടായിരുന്നു. ഇനി ഭക്ഷണം ഒന്നും കിട്ടുകയില്ല, ഇനി എന്തോ ചെയ്യും? ഇതുവരെ ദൈവം പുലർത്തിയില്ലേ? എൻ്റെ അഭിപ്രായം പറയാം, കോവിഡിന് മുമ്പുള്ളതിനേക്കാളും എത്ര ശ്രേഷ്ഠമായിട്ടാണ് എല്ലാവരും ദൈവം പുലർത്തിയത്. ആ ദൈവം വിശ്വസ്തനാ. ദേശം മുഴുവൻ ക്ഷാമമായി, ആമൻ കഠിന ക്ഷാമം കൊണ്ട് വെള്ളമില്ലാതെ അലയുമ്പോഴും ആമൻ അഭിഷത്തിനെ കെരീത്തിന്റെ തോട്ടിലിരുത്തി ആമൻ സമയാസമയം കാക്കയിടയിൽ ഭക്ഷണം കൊടുത്തു വിട്ട് പുലർത്തുവാൻ കഴിവുള്ള ദൈവത്തെയാ ഞാനും നിങ്ങൾ സേവിക്കുന്നതും സ്നേഹിക്കുന്നതും. അതുകൊണ്ട് ദൈവമക്കൾ നിരാശപ്പെട്ടു പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിലേക്ക് ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പൊ ഇവിടെ ബോധിച്ച പോലെ നടക്കുക, അതാ നോക്കേണ്ട കാലം. ഓരോരുത്തൻ ബോധിച്ച പോലെ. അതുകൊണ്ട് ബോധിച്ച പോലെ നടന്ന് സൗന്ദര്യമുള്ളവരെന്ന് കണ്ട് ഭാര്യമാരെ തെരഞ്ഞെടുത്ത് എന്ത് പ്രശ്നങ്ങളായി. അതാ പറഞ്ഞത്, യഹോശാപാത്തുമാകാമായിട്ട് സംബന്ധം, കുടലി ക്യാൻസർ ഉണ്ടായി, മകൻ മരിച്ചു. ബിസിനസ് നമ്പരം പപ്പടം പൊടിക്കും പോലെ പൊടിച്ചു. ബന്ധുക്കാരനോട് ഒരു ധാരണ വന്ന് നിങ്ങൾ ശമരിയല്ല രാമത്തിലോട്ട് പോകാൻ കൂടെ വരുന്നു, കഴിച്ചെങ്ങനെ വരികയല്ലെന്ന് പറയുന്നത്. പുള്ളി വന്നപ്പോഴേ നല്ല മട്ടം പറയല്ല കൊടുത്തു. അയാൾ നല്ല പെരുക്കി. പ്രാർത്ഥിക്കാതിരിക്കുക എനിക്കറിയാൻ മേല. എന്തായാലും നല്ല എടുപ്പെടുത്തു.
പിള്ളേരുടെ ഭാഷ പറഞ്ഞാൽ നല്ല പോളിംഗ് ആയിരുന്നു. ഇത് നന്നായിട്ട് പെരുക്കി വെച്ച് 3 ഏമ്പൊക്കെ വിട്ടുമ്പോൾ ബന്ധുക്കാരൻ ചോദിച്ചു, ഞങ്ങൾ ശമലര് രാമത്തിൽ പോവാ വരുന്നോന്ന്, കഴിച്ചങ്ങനെ വരികയെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു വരുന്നോന്നോ? പുള്ളി പറഞ്ഞ ഡയലോഗ്, അയ്യോ എൻ്റെ ജനവും നിന്റെ ജനവും ഞാനും നീയും. ഈ ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ എൻ്റെ ജനവും നിന്റെ ജനവും ഞാനും നീയും എന്ന, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഒരു പദവും കൂടെ ഉണ്ട്, എൻ്റെ ജനവും നിന്റെ ജനവും ഞാനും നീയും, എൻ്റെ കുതിരയും നിന്റെ കുതിരയും ഒരുപോലാന്ന്. ഇപ്പൊ അവരും നമ്മളുമായിട്ട് അങ്ങനെ വലിയ വ്യത്യാസമൊന്നും അവിടെ ഉള്ളതെല്ലാം ഇപ്പം മിക്കതും ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ദൈവത്തിനും മഹത്വം. ദൈവമക്കൾ വേർപാട് പാലിച്ചോണം, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണം. സൂത്രവിദ്യ ഒന്നും ഉണ്ടാക്കരുത്. നിന്നെ പുലർത്താൻ നിന്റെ ദൈവം വിശ്വസ്തനാ. ആഴിയിൽ പാതയൊരുക്കുന്നവനാ ദൈവം. ആമൻ പാറപ്പുറത്ത് ആമൻ സർപ്പത്തിന്റെ വഴിയൊന്നും നമുക്കറിയത്തില്ല, ആമൻ കടുകന്റെ വഴിയും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു ദൈവവേദനെ അത്ഭുതകരമായിട്ട് ദൈവം നടത്തും. ദൈവം വിശ്വസ്തനാ. അപ്പൊ നോഹയുടെ കാലം പോലെ ഓടിച്ച് സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഓടിച്ച് നാളെ സഭായം നമുക്കുള്ളതാണെന്നില്ല. ഞങ്ങൾക്ക് അന്ന് രാവിലെ 6 മണിക്കാണ് സഭായം. അതുകൊണ്ട് നിങ്ങളെക്കാൾ കൂടുതൽ മുന്നേ ഒന്നുകൂടെ ഒരുക്കം ഞങ്ങൾക്കാണ്. അതുകൊണ്ട് ഞങ്ങൾ സമയത്തെ ഭയപ്പെടുന്നു. ദൈവത്തിന് മഹത്വം. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അപ്പോൾ എപ്പോൾ പ്രത്യക്ഷനാകും? സമയമൊന്നും പറഞ്ഞിട്ടില്ല. സമയം പറയാത്തത് കൊണ്ട് ഏത് സമയത്തും ദൈവമക്കൾ ഒരുങ്ങിയിരിക്കണം. ഓടിച്ചവസാനിപ്പിക്കുക. എന്തിനാണ് യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്നത്? യേശു ക്രിസ്തു വരുന്നത് 12-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നമ്മെ ചേർക്കുവാൻ. നമ്മെ ചേർക്കുവാൻ. നാം, നമ്മെ, നമുക്ക്, നമ്മുടെ, അങ്ങനെയുള്ള പദമാണ് 2-ാം അധ്യായത്തിൽ കൊടുത്തിരിക്കുന്നത്. എല്ലാ ഭാഗവും ഇരിക്കുന്നില്ല. നാം, നമ്മുടെ എന്ന് പറഞ്ഞാൽ ആ നാം ആരായിരുന്നെന്ന് 3-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. നമ്മൾ നേരത്തെ എങ്ങനായിരുന്നു? ഇപ്പം നമ്മൾ ദൈവമക്കളാ. നേരത്തെ എങ്ങനായിരുന്നു? മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിഞ്ഞവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരുമായിരുന്നുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നേരത്തെ നമ്മൾ അങ്ങനെ ആയിരുന്നു. മുമ്പേ നാം ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടന്നവരും നാനാ മോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദ്വേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരായിരുന്നു മുമ്പ്. എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്. രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അയലത്തുകാരുമായിട്ട് വഴക്കായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ വഴക്കാന്നോ? പറ. ഉണ്ടെന്നില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ദൈവത്തെ അറിയാഞ്ഞതിന് മുമ്പ് അവരുമായിട്ട് കൊമ്പായിരുന്നു, ബോൾത്ത. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങനാന്നോ? നിങ്ങൾ പറ, എന്തേലും പറ. അല്ല, അങ്ങനെയുള്ളവരാരെങ്കിലും ഇതിനകത്തുണ്ടോ? എല്ലാരും എടുക്കപ്പെട്ടതാണോ? അനക്കമൊന്നുമില്ല. ഞാനൊരു കാര്യം പറയാം. നീ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ മാനം മര്യാദയ്ക്ക് ജീവിക്കണം. കഴിയുമെങ്കിൽ സകല മനുഷ്യരോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിച്ചോണം. കയ്പിന്റെ ഒരു വേര് പോലും മുളയ്ക്കരുത്. നമ്മുടെ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല, അവിടുന്ന് സ്നേഹത്തിന്റെ ദൈവമാ. അതുകൊണ്ട് നിയമം അതായിരിക്കണം നമ്മുടെ ആയുധം, സ്നേഹം. സ്തോത്രം. നേരത്തെ നമ്മൾ അങ്ങനെ ആയിരുന്നു, ദ്വേഷിതരും അന്യോന്യം പകിക്കുന്നവരാ. ആത്മീയ ലോകത്തുകൊണ്ട് അന്യോന്യം കണ്ട അയ്യോ ഗലാത്യലേഖനത്തിൽ തിന്നുവന്ന അങ്ങനെ, ഗലാത്യലേഖനത്തിൽ അങ്ങനെ തിന്നുകളയ, അങ്ങനെ വാക്യം അങ്ങനെ തിന്നുകളയും, കടിക്കും. അന്യോന്യം കടിക്കുക എന്ന് പറഞ്ഞാൽ എന്തുവാ? മനുഷ്യനെ അങ്ങ് തിന്നുക എന്ന് പറഞ്ഞാൽ എന്തുവാ ഇംഗ്ലീഷ്? മാനീറ്ററോ? ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. അതൊക്കെ ഇങ്ങനെ നോക്കുന്ന, പറഞ്ഞാൽ കുറ്റം, പറഞ്ഞില്ലേ കുറ്റം, എന്താന്നല്ലേ അയാൾ വെളിവില്ലാത്തവനാ, എന്തേലും ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. അന്യോന്യം കടിക്കുന്നവരും കൊല്ലുന്നവരും അത് പാടില്ല. നാം രക്ഷിക്കപ്പെട്ട ദൈവമക്കളാ. അയലത്തുകാരോട് നേരത്തെ ഇടഞ്ഞാ നിൽക്കുന്നെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിൻ്റെ അന്ന് ചെന്ന് പറയണം, പാപ്പച്ചാ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു, ഞാൻ പെന്തിക്കോസുകാരനാ, വിട്ട് കളഞ്ഞേക്കണം എൻ്റെ ഭാഗത്ത് നിന്ന്. ഇനിയും അതല്ലേ എൻ്റെ മര്യാദ.
രക്ഷിക്കപ്പെടുന്നതിന് മുന്നേ അമ്മായിയമ്മയ്ക്ക് വെള്ളം കൊടുക്കുകയില്ലായിരുന്നു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു അങ്ങനെയാണോ? അനിയന്റെ വീട്ടിലാ, നീ പറഞ്ഞു ഈ വീട്ടിൽ കയറിയാ ഞാൻ എൻ്റെ തനി സ്വരൂപം. രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ ചെന്ന് പറ, അമ്മേ ഇനി ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുമ്പോ. അതാ ശരിയായ മാനസാന്തരം. ചുങ്കക്കാരൻ മാനസാന്തരപ്പെട്ടപ്പം നടുപ്പിത്തി തട്ടിയേച്ച് ആരാധന തുടങ്ങാന്നാണോ പറഞ്ഞേ? അല്ലല്ലോ. ആരോടെങ്കിലും വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ സെൻട്രൽ കൺവെൻഷൻ നടത്താന്നാണോ? നാട്ടുകാരുടെ ബ്ലേഡ് എല്ലാം കൂടെ ബ്ലേഡ് കഴിച്ചാന്നോ സെൻട്രൽ കൺവെൻഷൻ നടത്തുന്നേ? പിരിക്കാവുന്നതിൻ്റെയും പലിശ പിരിക്കാവുന്നതിൻ്റെ മുഴുവൻ എന്നെ ഒരു അരുതാഴിയ പോലെ. സ്തോത്രം. കൈ വെടിപ്പായിരിക്കണം. വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവും, രാജ്യത്തിന് മനസ്സ് വെക്കാതെയും കള്ളസത്യം കൂട്ടുകാരന് വിരോധമായിട്ട് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. മുമ്പേ എങ്ങനെയായിരുന്നെന്നാ തീത്തോസിൽ എഴുതിയിരിക്കുന്നത്? മുമ്പേ നാമം നമ്മൾ നേരത്തെ മുമ്പേ നാമം ബുദ്ധി കെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നമുക്ക് വഴി അറിയത്തില്ല. സാക്ഷാൽ വഴി യേശു ക്രിസ്തു. സാക്ഷാൽ വഴി യേശു ക്രിസ്തു. നേരത്തെ നമ്മൾ വഴി തെറ്റി എവിടെല്ലാം നമ്മൾ പോയി ഇല്ലേ? ആരാണ്ട് പറഞ്ഞു ഇല്ല അതെല്ലാം കൂടെ കൊണ്ട് കൊടുത്താൽ രക്ഷപ്പെടുമെന്ന്. അതെല്ലാം കൊണ്ട് കൊടുത്തു, ഒരു ഗുണവും വന്നില്ല. അന്നേരം പറഞ്ഞു ഉരുണ്ടാ മതി എന്ന് പറഞ്ഞു. അയ്യോ, ഊപ്പാട് വന്നതാ, ഒരു ഗുണം വഴി തെറ്റി നടന്നതാ. അന്നേരം പറഞ്ഞു ഇതെല്ലാം കൂടെ എടുത്തോണ്ട് അങ്ങോട്ട് പോയാൽ മതി, കിഴക്കോട്ട് പോകാൻ പറഞ്ഞു. എന്നാ കിഴക്കോട്ട്, ഒരു ഗുണോ വന്നില്ല. കിഴക്കോട്ട് ചെന്നപ്പോൾ ഉരുള് പൊട്ടി ഇങ്ങോട്ട് വരുന്നു. എന്നാൽ നമുക്ക് പടിഞ്ഞാട്ട് തന്നെ. അന്നേരം പറഞ്ഞു തെക്കോട്ട് പോകാൻ പറഞ്ഞു. തെക്കൊരു തള്ള ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഒരു ഗുണവും വന്നില്ല. അന്നേരം വടക്കോട്ടടിക്കാൻ അവിടെ വേറൊരു തള്ളയുണ്ടെന്ന് പറഞ്ഞു. അതൊന്നും ആരാന്ന് ഇപ്പം എന്നോട് ചോദിക്കരുത്. ഒരു ഗുണവും വന്നില്ല. തെക്ക് നിന്നുമല്ല, കിഴക്ക് നിന്നുമല്ല, പടിഞ്ഞാറ് നിന്ന് വന്നല്ല. ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ഉയരത്തൊരുവൻ ഇരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. സാക്ഷാൽ വഴിയും സത്യവും ജീവനുമാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് മാത്രമാ സാക്ഷാൽ വഴി. ഒരു കാലത്ത് ഞാനും നിങ്ങൾ വഴിതെറ്റി നടന്നവരാ. എത്ര പേരൊക്കെ ചെന്നു, എന്തെല്ലാം ചെയ്തു. യെരമ്യാവിന്റെ ഭാഷ പറഞ്ഞ ഒരു ഗുണവും വന്നില്ല. ആ സാക്ഷാൽ വഴിയാകുന്ന യേശുവിന്റെ അടുക്കൽ വന്നു. സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി എന്നിലും നിത്യപിതാവിലും, സത്യമായി വിശ്വസിപ്പിൻ സന്തതവും നിങ്ങൾ ചിത്തം കലങ്ങിടൊല്ല. പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല. പോയി വരും ഞാൻ, പോയി വരും ഞാൻ, പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല. പോയി വരും ഞാൻ, നിന്റെ ചിത്തം കലങ്ങിടൊല്ല. പോയി വരും ഞാൻ. അപ്പോൾ സാക്ഷാൽ വഴിയാകുന്ന യേശു ക്രിസ്തു. ഒരു കാലത്ത് നമുക്ക് വഴി അറിയത്തില്ല. എന്നോട് അധ്യക്ഷൻ പറഞ്ഞത് 9:30 എന്നല്ലേ പറഞ്ഞു. ഇപ്പോൾ ഇത് കറക്റ്റ് അല്ലയോ? 9:30 ആകുമ്പോൾ നിർത്തും. ഒന്നും ഭാരപ്പെടരുത്. ചിലക്കൊരു ധാരണ ഉണ്ടായിക്ക് ബോധമൊന്നും ഉള്ളവനല്ല. മിക്കവാറും നിപ്പും പടുതിയും കണ്ടിട്ട് ഇന്ന് 10:30 ആയാലും ഇല്ല ഇന്ന് ഞാൻ ബോധമുണ്ടോ ഇല്ലയോ എന്ന് കാണിച്ചു തരാം. പിന്നെ അപ്പൊ ശ്രദ്ധിക്കുക. ഇപ്പോൾ ആ പുള്ളിക്ക് ഒരു സന്തോഷം വന്ന പുള്ളി മനോവേദന എടുത്തിരിക്കുക. കൃത്യം നിർത്തിത്തരാം, ഒന്നും ചഞ്ചലിക്കണ്ട. അപ്പൊ സാക്ഷാൽ വഴിയാകുന്ന യേശു ക്രിസ്തു. ഒരു കാലത്ത് ഞാനും നിങ്ങളും വഴിതെറ്റി നടന്നവരാ. എന്നാൽ കൃപയാൽ സാക്ഷാൽ വഴിയാകുന്ന ക്രിസ്തുവിലേക്ക് വരുവാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി. ഞാനിത് വന്ന അമ്പലത്തിൽ നിന്ന് വരുമ്പോഴാണ് ഞാൻ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുന്നത്. സാക്ഷാൽ വഴി എനിക്ക് അറിയത്തില്ലായിരുന്നു.
സുഖമില്ലാതെ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് അന്നത്തെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളൊക്കെ അനുസരിച്ച് എന്നാലാവും വിധം ചെയ്തു. ആലപ്പുഴ മെഡിക്കൽ കോളേജ് ട്രീറ്റ്മെന്റ് നടത്തി. എനിക്കൊരു സൗഖ്യമോ വിടുതലോ ലഭിച്ചില്ല. എന്നാൽ ഒരു സന്ധ്യയ്ക്ക് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഇതുപോലൊരു യോഗത്തിൽ അങ്ങോട്ട് എന്ന് സംബന്ധിച്ചു. അവിടെയുള്ള ദൈവദാസന്മാരും ദൈവമക്കളും പ്രാർത്ഥിച്ചു. അന്ന് രാത്രി സാക്ഷാൽ വഴിയും സത്യവും ജീവനുമാകുന്ന യേശു എന്നെ സൗഖ്യമാക്കി. ആ കർത്താവ് ഇന്ന് രാത്രി ജീവിക്കുന്നു. ആ കർത്താവ് ഇന്ന് രാത്രി നിന്നെ വിടുവിക്കും. ഞാൻ 5 പൈസ കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. പൂവൻകോടിയും കൊടുത്തില്ല, പടക്കോടി എൻ്റെ ഇല്ലല്ലോ. പിന്നെ എങ്ങനെ കൊടുക്കുന്നത്? ആടിനെയും കൊടുത്തില്ല, മാടിനെയും കൊടുത്തില്ല, കാളയും കൊടുത്തില്ല, കഴുതയും കൊടുത്തില്ല. ഇല്ല, ഉടുത്ത തുണി അല്ലാതെ. കർത്താവ് പറഞ്ഞതൊന്നും വേണ്ട. കാട്ടിലെ 1000 മൃഗങ്ങളെല്ലാം എൻ്റെതല്ലയോ? എന്നാലാ നീ ആ ഒരു മുട്ടനാടിനെ അടിച്ചു വന്ന ദൈവത്തിന് മുട്ടനാട്. ദൈവത്തിനൊന്നും വേണ്ട. ഇളജന്തുക്കൾ, ഇടജന്തുക്കൾ, സകലതിനെ സൃഷ്ടിച്ചവനല്ലയോ ദൈവം. ദൈവത്തിന് നിന്നെ മതി. ഇന്ന് രാത്രി നിന്നെ സമർപ്പിക്ക. യേശു നിന്നെയും നിന്റെ കുടുംബത്തെയും രക്ഷിക്കും. അപ്പൊ മുമ്പേ നാം വഴിതെറ്റി നടന്നവരായിരുന്നു. എന്നാൽ ഇപ്പോൾ സാക്ഷാൽ വഴിയാകുന്ന ക്രിസ്തുവിലേക്ക് വന്നു. അവരുടെ കാര്യമാണ് നാം, നമ്മുടെ, നമ്മെ, നമുക്ക് എന്ന് തീത്തോസിന്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ പ്രത്യാശ? ഭാഗ്യകരമായ പ്രത്യാശ, യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അത് എപ്പോൾ സംഭവിക്കും? സമയമൊന്നും പറഞ്ഞിട്ടില്ല. ഏത് സമയത്ത് ഒരുങ്ങിയിരിക്കണം. ഓടിച്ചു പറയാ, എന്തിനു വരുന്നു? വരുന്നത് നമ്മെ ചേർക്കാൻ. ആരാന്നാ പറഞ്ഞത്? വഴിതെറ്റി നടന്ന നാം ഇപ്പോൾ സാക്ഷാൽ വഴിയാകുന്ന യേശുവിലേക്ക് വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് ദൈവസഭയോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മ ആചരിച്ച് വേർപാട് പാലിച്ച് നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് സമയത്ത് നിർത്താം. അങ്ങനെ പ്രത്യക്ഷതയിൽ പോകാനുള്ളവരുടെ യോഗ്യത. ചുമ്മാതൊന്നും പോക്ക് നടക്കുകയില്ല. പേരുശ്ശേരി മത്തായിച്ചൻ പണ്ടൊരു പാട്ട് പാടി. താൻ വരുമ്പോ ഞാനും പോകും, താൻ വരുമ്പോ ഞാനും പോകും, താൻ വരുമ്പോ ഞാനും പോകും തന്റെ രാജ്യത്തിൽ. താൻ വരുമ്പോ ഞാനും പോകും, താൻ വരുമ്പോ ഞാനും പോകും, താൻ വരുമ്പോ ഞാനും പോകും തന്റെ രാജ്യത്തിൽ. നല്ല പാട്ടാ മത്തായിച്ചന്റെ. അപ്പൊ ഈ പോകാനുള്ളവരുടെ യോഗ്യത അല്ല, തീത്തോസിന്റെ ലേഖനത്തിൽ നിന്ന് തന്നെ ചില യോഗ്യതകൾ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പോകാനുള്ളവരുടെ യോഗ്യത ഓടിച്ച് ശിവപാസ്റ്റർ പെട്ടെന്ന് ഞാൻ പറയുന്ന ഭാഗം തന്നെ ഒന്ന് വായിച്ചു തരണം. പോകാനുള്ളവരുടെ ഒരു 4-5 യോഗ്യത. അത് കമ്പിവാചകം പോലെ പറയാം. ഒന്നാമത്തെ യോഗ്യത ആ 13ാമത്തെ വാക്യത്തിൽ കൊടുത്തിട്ടുണ്ട്. സുബോധത്തോടെ ജീവിക്കണം. വായിച്ചേ. ഭക്തികളും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും. മതി. അപ്പോൾ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പോകാനുള്ളവരുടെ ഒന്നാമത്തെ യോഗ്യത. എല്ലാരെയും ഒന്നും കൊണ്ടുപോകുകയല്ല. അവിടെ സുബോധത്തോട് പോകുമെന്ന് പറഞ്ഞ് വിറയ്ക്കൊന്നും ചെയ്യരുത്. പോകാനുള്ളവരുടെ ഒന്നാമത്തെ യോഗ്യത ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കണം. അതിനങ്ങനെ പറയാൻ കാര്യം, ഇവിടെ ആർക്കും സുബോധമില്ല. ഇവിടെ ആർക്കും. നിങ്ങളൊക്കെ കേട്ടിട്ടുള്ളതാ, നിങ്ങൾ പ്രസംഗിച്ചിട്ടുള്ളതാ. ഞാനത് കടമെടുത്ത് പറയുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാ ജവഹർലാൽ നെഹ്റു അവർകള് ഭ്രാന്തന്മാരെ ഇടുന്ന സ്ഥലത്ത് പോയെന്ന പറഞ്ഞുള്ള അറിവില്ല. അപ്പോൾ ചെന്നപ്പം സെല്ലിനകത്ത് ഒരുത്തൻ കിടക്കുന്നു. ചോദിച്ചു, പേരെന്നാ? സെല്ലിൽ കിടക്കുന്നവൻ നെഹ്റുവിനോട് ചോദിച്ചു. പുള്ളി പറഞ്ഞു, ജവഹർലാൽ നെഹ്റു. ഇത് പറഞ്ഞ എന്നെ പിടിച്ചകത്തിട്ടെന്ന്. ഇത് പറഞ്ഞ എന്നെ പിടിച്ച്. നെഹ്റു ഒന്നും വേണ്ടിയില്ല. അടുത്ത സെല്ലിന്റെ അവിടെ ചെന്ന് ചെന്നപ്പോൾ ഒരുത്തൻ ഇങ്ങനെ നിൽക്കുക. എന്നാ സൈക്കിൾ ചവിട്ടുക എന്ന് പറഞ്ഞു. സെല്ലിനകത്ത് കിടന്നു. പറഞ്ഞിട്ടൊരു കാര്യം. അടുത്ത സെല്ലിൽ ചെന്നപ്പോൾ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്നു. ചോദിച്ചു, ഇറക്കം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇറക്കത്തെ ചവിട്ടുണ്ടല്ലോ. ഈ ലോകത്തിൽ ഒരു ദൈവപൈതൽ സുബോധത്തോടെ ജീവിക്കണം. അപ്പൊ ഇനി നമ്മൾ പുറംലോകത്തിന് ആ സുബോധം. അയ്യോ, സഭയ്ക്കകത്തും സുബോധമില്ല. ആർക്കൊക്കെയാ സുബോധമില്ലാത്ത? ആ 2-ാം അധ്യായത്തിൽ ഒന്ന് വായിച്ച ശൂപാസ് ആർക്കൊക്കെ അന്ന് തെളിയിക്കാം. നീയോ പത്യോപദേശിച്ചിരുന്ന് പ്രസ്താവിക്കുക, വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ള. അപ്പൊ അപ്പന്മാർക്ക് സുബോധമില്ല. 60 കഴിഞ്ഞാൽ ചിലതിന്, എല്ലാവരുടെയും അല്ല, 60 കഴിഞ്ഞാൽ ചിലതിന്
സുബോധമില്ല. പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ പാടും, പാടാൻ പറഞ്ഞാൽ പ്രാർത്ഥിക്കും, ചുരുക്കി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ ഇറക്കത്ത് ബ്രേക്കില്ലാത്ത സൈക്കിളിൽ പോകും പോലെ. സുബോധമില്ല. അപ്പൊ അപ്പന്മാർക്ക് സുബോധമില്ല. ഉടനെ അമ്മ പറയാ, ചോവിനെ പറഞ്ഞു കൊടുക്ക് പാസ്റ്റർ, അങ്ങേര് വന്നിരിപ്പുണ്ട്, സമയം പോയാലും തിരക്കേടില്ല, ഒരു ബോധം ഈയിടെയായിട്ട്. അപ്പൊ മൂന്നാം വാക്യം വരും. വൃദ്ധമാരും അങ്ങനെ തന്നെ നടപ്പിൽ പവിത്ര യോഗ്യമാരും ഏഷണി പറയാത്തവരും വീഞ്ഞിന് അടിമപ്പെടാത്തവരുമായിരിക്കണം എന്നും ദൈവവചനം ദുഷിക്കപ്പെടാതിരിക്കേണ്ടതിന് യൗവനക്കാരും അങ്ങനെ തന്നെ. അപ്പം അമ്മമാർക്കും സുബോധമില്ല. അപ്പന്മാരുടെ കാര്യമല്ലേ മേളിൽ പറഞ്ഞത്. വൃദ്ധന്മാർ നിർമ്മതവും ഗൗരവവും സുബോധമുള്ളവരായിരിക്കണം. അപ്പൊ അമ്മ പറഞ്ഞു അങ്ങേർക്ക് ഒട്ടുമില്ല. ഉടനെ പരിശുദ്ധാത്മാ പറഞ്ഞു അമ്മയ്ക്കും ഇല്ലെന്ന്. വൃദ്ധമാരും അങ്ങനെ തന്നെ. അപ്പൊ കൊച്ചു മരുമക്കൾ പറഞ്ഞു, എൻ്റെ പാസ്റ്ററെ രണ്ടിനും. അന്നേരം നാലാം വാക്യം വരും. യൗവനക്കാരത്തികളെയും ഭർത്തൃപ്രിയമാരും പുത്രപ്രിയമാരും സുബോധവും. അപ്പൊ യൗവനക്കാരത്തിക്കും സുബോധമില്ല. ഇത് സഭയുടെ കാര്യമാണ് പറഞ്ഞത്. അപ്പന് സുബോധമില്ല, അമ്മയ്ക്കും സുബോധമില്ല. ഇവിടെ പറയാ യൗവനക്കാരത്തിക്കും ഇല്ല. ഉടനെ സഹോദരന്മാര് പറഞ്ഞു, അയ്യോ എൻ്റെ പാസ്റ്ററെ 3 എണ്ണത്തിനെയും കൊണ്ട് ഞാൻ അമ്മയെ കളയാവോ, അപ്പനെ കളയാവോ, പെമ്പളെ കളയാവോ, 3നും സുബോധം ഇല്ല. 6-ാം വാക്യം. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവനായിരിക്കാൻ പ്രബോധിപ്പിക്കുക. യൗവനക്കാരനും സുബോധമില്ല. അപ്പൊ അപ്പന് സുബോധമില്ല, അമ്മയ്ക്ക് സുബോധമില്ല, യൗവനക്കാരത്തേക്കില്ല. യൗവന അപ്പൊ നിങ്ങളുടെ എന്താ ഉപദേശമാർക്കുണ്ടോന്ന് വായിച്ച അപ്പോസ്തല പ്രവൃത്തി 12:11 അറിവുള്ള വാക്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 12:11. പെട്ടെന്ന് സമയം പോകുന്നു. പത്രോസിന് സുബോധം വന്നിട്ട്, സഭയുടെ പോപ്പാ, പുള്ളിക്കും ബോധമില്ല. ചുരുക്കി പറഞ്ഞ ഇവിടെ ഒരെണ്ണത്തിന് സുബോധമില്ല. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ എടുക്കപ്പെടണമെങ്കിൽ ഒരു ദൈവ പൈതൽ വീട്ടിലും നാട്ടിലും സഭയിലും സമൂഹത്തിലും സുബോധത്തോടെ ജീവിക്കണം. നീ ഒരു ദൈവ പൈതല. ഞാൻ എന്റെ ഭാഷ, നീ പെന്തിക്കോസുകാരിയാന്നുള്ള സുബോധം നിന്നെ ഭരിക്കണം. അത് ഞായറാഴ്ച ഹോളിനകത്തോട്ട് കയറുമ്പോഴല്ല, പഴയ റബ്ബർ എടുത്തിട്ട് കമത്തിയിട്ട് അടിക്കുമ്പോഴല്ല, പശുവിന്റെ തോലടിച്ചാൽ വല്ലതും സുബോധം വരുമോ? ചന്തയിൽ ചെല്ലുമ്പോഴും നീ പെന്തിക്കോസുകാരനാ. സാധനങ്ങൾ മേടിക്കാൻ ചെല്ലുമ്പോഴേ ഓട്ടോക്കാരൻ്റെ ഓട്ടോ പിടിച്ച് വീടിന്റെ വാതിൽക്ക് ഇറങ്ങുമ്പോഴും സുബോധം വേണം. എത്ര രൂപയെ? അവൻ പറഞ്ഞ 55 രൂപ. 55? അവൻ പറഞ്ഞ 55. അതിനെന്നെ ഞാൻ 55 തരത്തില്ല. അവൻ പറഞ്ഞു ഞാൻ മേടിക്കും, ചുണയുണ്ടേ മേടിക്കും. എടാ, ഇത് കലയപുരത്തിൽ നിന്ന് ഓട്ടോ പിടിച്ചപ്പോൾ ചോദിക്കണ്ട, ഞാൻ എൻ്റെ വീട് വരെ പോകാൻ വീടിൻ്റെ അടുത്ത പൈസ എത്രയാകുമെന്ന്. നീ രാത്രി 12:30 ചുണയുണ്ടേ മേടിച്ചോളാൻ. ഒന്ന് ശബ്ദം കേട്ടിട്ട് അപ്പുറത്തുകാർ ലൈറ്റ് ഇട്ടു, അവരും ലൈറ്റ് ഇട്ടു. പെമ്പള ഇറങ്ങി വന്ന് അപ്പുറത്തെ അവര് സിറ്റ് ഔട്ടിൽ ലൈറ്റ് ഓഫ് ആക്കി വെച്ച് പമ്മി നിൽക്കുക. അവർക്ക് ഇത് കാണാൻ ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. അവർ IPC ഓട്ടോയിൽ വന്ന പുള്ളി അസംബ്ലി സ്ക്വാഡ്. അപ്പൊ കുറച്ചുകൂടെ ഞാൻ തമാശ പറഞ്ഞതല്ല. ഉടനെ ഓട്ടോക്കാരൻ രാത്രി 12:00 തന്നോട് ഞാൻ മേടിച്ചോളാം ഒരു 4 ഡാഷ് കലയപുരം കൂട്ടി 4 ചുമ്മാ ഇരിക്കല്ലേ, പൂരിപ്പിക്കുക ഡാഷ്. സുബോധം വേണ്ടേ? സ്കൂളിൽ പഠിക്കുന്നിടത്ത് നീ സംസാരിക്കാന്നോളൂ. സുബോധം വേണമെന്ന്. കുഞ്ഞുങ്ങൾക്ക് സുബോധം വേണം. ദൈവദാസന്മാർക്ക്. ഞാൻ ഒരിക്കൽ ബസ് യാത്ര ചെയ്യുന്ന സമയത്ത് 2 ഉപദേശമാര്, പേരും സ്ഥലവും ഒന്നും പറയുന്നില്ല, KSRTC 3 പേരിക്കുന്ന സീറ്റ് ഇവർ 2 പേര്, ഇപ്പുറത്തെ സീറ്റ് ഈ 2 പേരാ. അതിലൊന്നിൽ ഞാൻ, ബാക്കി സീറ്റെല്ലാം അങ്ങനെ ഇരിക്കുക. ഇവര് സഭാരാഷ്ട്രീയ അതിനകത്തിരുന്നു. എവിടെ ഇരുന്ന? KSRTC ബസ്സിനകത്തിരുന്നു. സഭയിൽ നടക്കുന്ന കാര്യം ഒരു ബോധവും ഇല്ല. പാടില്ല. ഒരു ദൈവഭക്തൻ സുബോധത്തോടെ ജീവിക്കണം. വീട്ടിലാന്നേലും നാട്ടിലാന്നേലും സഭയിലാന്നേലും നീ ദൈവഭക്തല്ല, പെന്തിക്കോസുകാരിയാ. ആട്ടെ, ഞാൻ ആ ഭാഗം വിടുക. പോകാനുള്ളവരുടെ യോഗ്യത 1 സുബോധത്തോടെ ജീവിക്കണം. കമ്പിവാചകം പോലെ പറഞ്ഞങ്ങ് നിർത്താം. 2 പോകാനുള്ളവരുടെ 2ാമത്തെ യോഗ്യത
നീതിയോടെ ജീവിക്കണം. 13-ാം വാക്യം ഒന്നുകൂടെ വായിച്ചേ ഷൂ പാസ്റ്റേ. ഭക്തികേടും പ്രപഞ്ചങ്ങളും വർജിച്ച് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടെ ജീവിക്കണം. നീതിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിൽ ഇടപെടരുത്. അത് വീട്ടിലാന്നേലും സഭയിലാന്നേലും നാട്ടിലാന്നേലും പെന്തിക്കോസുകാരോട് പറയുക, നീതിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിലും ഇടപെടരുത്. ന്യായമായ കാര്യത്തിലേ ഇടപെടാവൂ. അത് വസ്തുഭാഗം ഞാൻ എപ്പോഴും പ്രസംഗിക്കും, നീതിയോടെ വിധിക്കണം. ആങ്ങളയ്ക്കും പങ്ങൾക്കും ഒക്കെ കൊടുക്കാനുള്ളത് കൃത്യമായിരിക്കണം. അല്ല കള്ളയാധാരം ഒന്നും ഉണ്ടാക്കരുത്. അപ്പനെ കളിപ്പിച്ച് അമ്മയെ കളിപ്പിച്ച് അമ്മ ഇങ്ങോട്ടൊന്ന് ഒപ്പിട്ടാക്കാൻ പറഞ്ഞ് തള്ള വായു വലിച്ച് കിടന്നപ്പോൾ അമ്മയ്ക്ക് വിരൽ പിടിച്ച് ഗുണമാകുകയല്ലേ, ശുഭമാകത്തില്ല. സഹോദരിക്ക് കൊടുക്കാനുള്ള കൊടുക്കണം, സഹോദരന് കൊടുക്കാനുള്ള കൊടുക്കണം. ചേട്ടൻ്റെ അനിയനെ കബളിപ്പിക്കരുത്. അടിച്ചു മാറ്റിയാൽ നിന്റെ ഇടപാട് ദൈവം തീർക്കും. നീതിയോടായിരിക്കണം. കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ളതല്ല കൊടുക്കണം. കൊടുക്കാനുണ്ടെങ്കിൽ എന്തെങ്കിലും കൊടുക്കണം, ഇടപാട് തീർക്കണം. സ്തോത്രം. അപ്പുറത്തുകാരൻ്റെ അതിര് മാന്തരുത്. മനസ്സിലാകുന്നുണ്ടാവല്ലോ? നീതിയോടെ ജീവിക്കണമെന്ന്, എങ്കിലേ പോക്ക് നടക്കും മേളിലോട്ട്. 1 സുബോധത്തോടെ ജീവിക്കണം, 2 നീതിയോടെ ജീവിക്കണം. സഭയ്ക്കകത്ത് കാശുള്ളവനും കാശില്ലാത്തവനും കാണും. കാശുള്ളവൻ കുറ്റം ചെയ്ത ഒത്താശ പറയുന്നത് ഒപ്പിക്കരുത്. കാശുള്ളവനും കാശില്ലാത്തവനും രണ്ടും യേശുവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവനാ. ഇവരെല്ലാവരും സഭയ്ക്കകത്ത് വേണം താനും. പക്ഷെ തെറ്റ് ചെയ്താൽ തെറ്റാന്ന് പറയണം. കാശുള്ള വീട്ടിലെ കറിയാച്ചൻ കുടിച്ചാൽ പറയാം, കറിയാച്ചാനൊരു ബലഹീനത. കാശില്ലാത്തവൻ കുടിച്ചാൽ അടിയന്തര കമ്മിറ്റി കൂടണം. ദൈവസഭയ്ക്ക് ഇതുപോലെ മാനക്ഷയം വരുത്തിയ ഒരു കുടുംബം, മറ്റവൻ അടിച്ച് ഓടെ കിടക്കുക, കറിയാച്ചാൻ. അത് കറിയാച്ചാൻ. മനസ്സിലാകുന്നുണ്ടോ? നീതിയോടെ വിധിക്കണമെന്ന്. നീതിയോടെ രാജാവ് വരാൻ പോവുക. നീതിക്കായി മഷിക്ക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. നീതിക്കായി മിശിക തന്റെ വഴിയൊരുക്കുമ്പോൾ നീതികേടിൻ വഴികളെ താൻ നശിപ്പിച്ചിടുമേ. എഴുന്നു ശോഭിപ്പീ, ദീപം നൽകിപ്പീ, പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ പറന്നു പോവാൻ കാലമേറ്റം. നിൻകിരീടം ആരുമേടുത്തിടാതെ നോക്കുക, ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി. നിൻകിരീടം ആരുമേടുത്തിടാതെ സൂക്ഷിക്ക, ജീവിത വസ്ത്രത്തെ നീ വെണ്മയായി. എഴുന്നു ശോഭിപ്പീ, ദീപം നൽകിപ്പീ, പറന്നു പോവാൻ കാലമേറ്റം അടുത്തു വരുന്നിതാ. വാനിൽ. അപ്പൊ 1 സുബോധത്തോടെ ജീവിക്കണം, പോകാനുള്ളവരുടെ യോഗ്യത. 2 വളരെ നീതിയോടെ ജീവിക്കണം. നീതിയോടെ ഇടപെടാവൂ. നീതിക്ക് നിരക്കാത്ത ഒരു കാര്യത്തിലും ഇടപെടും. നമ്മുടെ ദൈവം നീതിയുള്ള ദൈവമാണ്. ഓടിച്ചു നിർത്താൻ 3 ദൈവഭക്തിയോടെ ജീവിക്കണം. സ്തോത്രം. ദൈവഭക്തി. സഭയ്ക്കകത്ത് ഇപ്പം ഈ നിങ്ങൾ എന്നോട് പിണങ്ങുമായിരിക്കും, എന്നാലും ഈ ആരാധനയ്ക്കാന്നേലും ഒരു ഭക്തി ഒന്നുമില്ലൊന്നിനെ. ഒരുമാതിരിപ്പെട്ടതെല്ലാം കാള കളിച്ച് നടക്കുക. ഒരു വിവാഹ ശുശ്രൂഷ ചെന്ന്, ഒരു ശവസംസ്കാരത്തിൽ ചെന്ന്, സഭാഗ്യത്തിന് ചെന്ന് ഭക്തിയോട് ഇടപെടുകയല്ലോ. ആരാധനയ്ക്ക് വന്നിരിക്കുമ്പോൾ അവൻ സഭയിലെ മെയിൻ ആൾ, അവൻ അവിടെ ഇരുന്ന് മൊബൈലിലേക്ക് പിന്നെ വിളിച്ചാട്ട വർഷിപ്പ് നടന്നുകൊണ്ടിരിക്കുക. നീ ഓളാത്തിരുന്നാന്നോ? പാവം പിടിച്ചവനെങ്ങാനും വന്ന് അവന് നമ്മൾ ഉടനെ അടിയന്തര കമ്മിറ്റി കൂടും. സഭയിലെ മെയിൻ അച്ചാനാന്നല്ല, അവന് മൊബൈൽ പഠിച്ച് ഊരോട്ടറിയണം. ഒക്കെ വെളി വയ്ക്കണം, അല്ലെ സൈലന്റ് ഇടണം. സ്വിച്ച് ഓഫ് ആക്കാൻ ഞാൻ പറയത്തില്ല, നിങ്ങളുടെ മൊബൈലാ. ആരാധനയ്ക്ക് അതിന്റെ ഭക്തി വേണ്ടേ? ഇതൊന്നും പാസ്റ്റർമാർക്ക് പറയാനൊക്കത്തില്ല. പറഞ്ഞാൽ അന്നേരം അട്ടപ്പാടിക്കായിരിക്കും ട്രാൻസ്ഫർ. അത് നിങ്ങൾ മേടിച്ച് ഇപ്പൊ അവര് പ്രാർത്ഥിക്കുക, സമയം പോയാലും കുഴപ്പമില്ല, ഉച്ചയോടെ പറഞ്ഞേച്ച് പോയി, ഞങ്ങൾ പറയേണ്ടതാ, ഉച്ചയോടെ ഞാൻ പറയാം. ഭക്തിയോടെ ജീവിക്കണ്ടേ? ഭയവും ഭക്തിയും വേണം. സ്തോത്രം. ഒരു കാര്യം കൂടെ പറഞ്ഞങ്ങ് നിർത്തുക. അടുത്തത് പ്രപഞ്ചമോഹം വർജിക്കണം. കർത്താവിന്റെ വരവിൽ പോകണമെങ്കിൽ പ്രപഞ്ചമോഹം വർജിക്കണം. ഈ പ്രപഞ്ചം നമുക്കൊത്തിരി നമ്മെ ഇളക്കുന്ന, ഉന്മാനപ്പെടുത്തുന്ന, ഇക്കിളിപ്പെടുത്തുന്ന വസ്തുതകളും കാര്യങ്ങളുമുള്ള വല്ലാത്ത ലോകമാണ്. ഇസങ്ങളുള്ള ലോകം. അനാസിസോ, ഫാസിസോ, എത്തിസോ, പാന്തിസോ, കമ്മ്യൂണിസോ, ലീഗലിസോ, മോഡേണിസോ ഒക്കെ ഉള്ള ലോകമാണ്. ഇപ്പൊ സഭയ്ക്കകത്തെല്ലാം മോഡേണിസം അല്ലേ?
അതൊന്ന് പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്, വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നേ. അയ്യോ, ഞാൻ ഈയിടെ സങ്കടമാണ്. ബന്ധുക്കോസുകാരുടെ കല്യാണത്തിന് നിങ്ങൾ ചെന്നേ, യോഗ്യമായ വസ്ത്രമല്ലല്ലോ ചിലരെ ധരിപ്പിച്ചുകൊണ്ട് വരുന്നത്. പാസ്റ്റർമാർക്ക് മിണ്ടാനും ഒക്കത്തില്ല. ഇനിയിപ്പോ സണ്ണിച്ചാനൊക്കെ ഇനി കല്യാണം നടത്താൻ കണ്ണടച്ച് വേണം ഉപയോഗസമ്മതൻ. ചില സുഖത്തിലും ദുഃഖത്തിലും കണ്ണ് തുറന്ന പരുവക്കേടാ. സുഖത്തിലും ദുഃഖത്തിലും. പണ്ടൊക്കെ തലേ തുണി ഇടുമായിരുന്നു, ഇപ്പൊ അതൊന്നുമില്ല. ഇപ്പൊ ഒടുക്കുന്ന പെണ്ണുങ്ങൾ ഇവിടെ മാത്രമേ ഇങ്ങനെ ഇച്ചിരി ഇടും. പാസ്റ്റർമാർക്ക് പറയാനും. ഈയിടെ അമേരിക്കയിലെങ്ങാണ്ട് വന്നു വന്ന ഒരു കല്യാണം നടന്നത്, ഭയങ്കര ഡാൻസ്. പാസ്റ്റർമാരെല്ലാം ടൈ പുക്കളിന്റെ അവിടം വരെ ടൈം കെട്ടിക്കൊണ്ടിരിക്കുക. മുഴുത്ത ടൈ 5 എണ്ണം, ചൊവ്വാഴ്ച ഒരെണ്ണം, ബുധനാഴ്ച ഒരെണ്ണം. അമേരിക്ക വല്ലതും പോയായിരുന്നോ? പോകാതിരിക്കുന്ന നല്ലത്. എന്തിനെ? ഈ കൂത്തുകളി നടക്കുമ്പോ പറയണ്ടേ നടത്തിപ്പുകാർ ഇത് പറ്റുകയില്ലെന്ന് പറയണ്ടേ? പണ്ട് PM ഫിലിപ്പ് സാറുള്ളപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു, ദൈവത്തെ പേടിയില്ലെങ്കിലും. അയ്യോ, ഫിലിപ്പ് സാർ വരുന്നു. ദൈവം നേരത്തെ 6:30 വന്നതാ കൺവെൻഷന്. ഫിലിപ്പ് സാർ 7:30 ആയപ്പോഴാ. ദൈവത്തെ ഭയപ്പെടുക. അയോഗ്യമായിട്ട് വസ്ത്രം ധരിച്ച പറയണ്ടേ? പറയണം. തലേ തുണിയിടാതിരുന്നാ പറയണം. സഭായത്തിന് തലേ തുണിയിടാൻ പറയണം സഹോദരി. അത് പറയരുത്. പറയിപ്പിക്കുന്നതിന് മുന്നേ ഇത് എല്ലാം വന്ന് യോഗത്തിന് വന്നിട്ട് നമ്മൾ ഈ നടത്തിപ്പുകാരൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ചിലരെ ശ്രദ്ധിക്കും. അവര് വന്ന് കസാര അവിടെ പിന്നെ പതുക്കെ ബാഗൊക്കെ തുറന്ന എൻ്റെ തലയിടുന്നതിൻ്റെ എന്നെ ഷാളെന്ന് പറയാം, സ്കാർഫ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിയെന്ന് വരും. അത് വന്നിരുന്ന് ഇരുന്ന സ്ഥലത്ത് എല്ലാവരും ഒന്ന് നോക്കി, പിന്നെ അത് ബാഗ് തുറന്ന് കുടഞ്ഞെടുത്ത് എല്ലാം നോക്കി പതുക്കെ. യോഗ്യമല്ല. പ്രപഞ്ചമോഹങ്ങൾ വർജിക്കണം. പെന്തിക്കോസുകാർ ഇപ്പൊ ഈ കമ്മൽ മാല ഇടുന്നില്ലെന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം ഇപ്പൊ പിന്നെ വള പോലുള്ള വാച്ചുണ്ട്. സൂക്ഷിച്ചു നോക്കിയാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇത് ദഹിക്കുകയല്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആരെങ്കിലും ഒരാൾ പറയാനെങ്കിലും വേണ്ടേ? സ്തോത്രം വേണം. ഏതായാലും ഞാൻ തന്നെ ഇതെല്ലാം വഹിക്കുക. അപ്പൊ പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. പ്രപഞ്ചമോഹം വർജിക്കണം. ഈ കാണുന്ന ഈ അടുത്ത കാലത്ത് ബർത്ത്ഡേ ആഘോഷിക്കുന്നു, മെഴുകുതിരി എല്ലാം ഊതി കത്തിച്ച്. പെന്തിക്കോസുകാരാ ആ കേക്ക് ഊതി അങ്ങനെ കെടുത്തണമെന്നാണോ? കെടുത്തുക. ഇത് വെച്ചേട്ട കത്തിച്ച് കെടുത്തുക. മിക്കവാറും കടാറായി. ബർത്ത്ഡേക്ക് ഞാനെതിരല്ല. നീ ദൈവത്തെ ഭയപ്പെട്ട് സ്തുതിക്കേ. ഒരായുസൂടെ ദൈവം കുഞ്ഞിന് കൊടുത്ത്, ഒരു വർഷം കൊണ്ട് ദൈവം നിനക്ക് നൽകി, ഒരു കുടുംബജീവിതം കൊണ്ട് ദൈവം നിനക്ക് നൽകി ഒരു വർഷം. ദൈവത്തെ മഹത്വപ്പെടുത്ത്. ഈ പ്രപഞ്ചത്തിൽ ഒത്തിരി മോഹിപ്പിക്കുന്നുണ്ട്, കണ്ണിന് ഇമ്പം ഉണ്ടാക്കുന്നത്. അതിനെല്ലാം വർജിക്കണം. അങ്ങനെ വർജിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു പ്രത്യക്ഷപ്പെടാൻ പോകുകയാ. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവനും വരും. ആമേൻ. നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ എന്താ? നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെടാൻ പോകുന്നു. 2 എപ്പോൾ പ്രത്യക്ഷപ്പെടും സമയമൊന്നും പറഞ്ഞിട്ടില്ല. 3 ആർക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും? ആമേൻ. നമുക്ക് വേണ്ടി പ്രത്യക്ഷപ്പെടും. 4 ആ പ്രത്യക്ഷതയിൽ ആരൊക്കെ എടുക്കപ്പെടും? അവരുടെ യോഗ്യത. 1 ആമേൻ സുബോധത്തോടെ ജീവിക്കുന്നവർ, 2 ഭക്തിയോടെ ജീവിക്കുന്നവർ, 3 നീതിയോടെ ജീവിക്കുന്നവർ, 4 പ്രപഞ്ചമോഹങ്ങൾ വർജിച്ചിട്ട് ഈ ലോകത്തിൽ അവൻ ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വീണ്ടും വരും. ഇന്ന് രാത്രി കർത്താവിന്റെ വരവിനായി നമ്മെ ഒന്ന് സമർപ്പിക്കാം. കർത്താവെ, അവിടുന്ന് വരുമ്പോ കൈവിടപ്പെട്ടു പോകാതെ ചേർത്ത് കൊള്ളപ്പെടുവാൻ ഇന്ന് രാത്രി എന്നെ സമർപ്പിക്കുന്നു. ഇനി നടക്കാൻ പോകുന്ന ദൈവസഭയോടുള്ള ബന്ധത്തിൽ നടക്കാൻ പോകുന്ന പരമപ്രധാനമായ വിഷയം യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവാണ്. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായിട്ട് ഉയർക്കും, ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരമുണ്ടാകും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെ പ്രാപിക്കും, ഈ മർത്യമായ അമർത്യത്തെ ധരിക്കും. ഈ ദ്രവത്വമുള്ളത് അദ്രവത്വത്തെയും ഈ മർത്യമായ അമർത്യത്തെ ധരിക്കുമ്പോൾ മരണം നീക്കി ജയം വന്നിരിക്കുന്നു എന്നുള്ള വചനം നിവർത്തിയാകും. യേശു വരാറായി, തിരുസഭയെ ചേർക്കാറായി. ഇന്ന് രാത്രി കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക.
ആ പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ മക്കളെ നിങ്ങളെല്ലാം എഴുന്നേറ്റ് നമുക്കെല്ലാം കൂടെ ഒന്നിച്ച് പാടാം. സ്റ്റേജിലിരിക്കുന്ന കർത്തദാസന്മാർ എഴുന്നേക്കണം. എഴുന്നേക്കാൻ അപ്പച്ചൻ എഴുന്നേക്കണമെന്നില്ല. ആക്കം ഉണ്ടെങ്കിൽ എഴുന്നേക്കാം. നിങ്ങളാരും എഴുന്നേക്കണ്ട.